MDMA കേസിൽ പിടിക്കപ്പെട്ട് ജയിലിലായ VD സതീശന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററെ പറ്റി മുഖ്യമന്ത്രി മുൻപ് പറഞ്ഞത് ഓർമ്മയില്ലേ? പ്രതി മുഹമ്മദ് ഹുസൈനെ 2023 കണ്ടു, പരിചയപ്പെട്ടു എന്നൊക്കെയാണ്. എന്നാൽ ഇന്ന് വീണ്ടും ചോദിച്ചപ്പോൾ അതിനു മുൻപും കണ്ടിട്ടുണ്ടെന്ന് സമ്മതിച്ചു. അതിന് കാരണവുമുണ്ട്. മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞത് കളവാണെന്ന് അന്നേ എല്ലാവർക്കും മനസ്സിലായി. 2021 ഇരുവരുമൊത്തുള്ള ചിത്രം പുറത്തു വന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ മാറ്റി പറഞ്ഞത്. മയക്കുമരുന്ന് കടത്താൻ പ്രതികൾ രാഷ്ട്രീയ ബന്ധം ഉപയോഗിച്ചുവെന്ന് പോലീസ് തന്നെ കണ്ടെത്തി. പക്ഷേ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിക്കാതെ അന്വേഷണം അട്ടിമറിക്കുന്നു. മയക്കുമരുന്ന് കടത്തി പ്രതികൾ സമ്പാദിച്ച പണം എന്തിനൊക്കെ വിനിയോഗിച്ചു? ഉന്നതതല അന്വേഷണം വേണ്ടതാണ്. അന്വേഷണം പ്രതികൾക്ക് വേണ്ടിയാവരുത്. മുഖ്യമന്ത്രിയുടെ വിശദീകരണങ്ങൾ വ്യക്തവും തൃപ്തികരവുമല്ല. ഇതുതന്നെയാണ് പല കാര്യങ്ങളിലും സംഭവിക്കുന്നത്. മുഖ്യമന്ത്രിയെ വിമർശിക്കുന്ന വാർത്തകൾ നീക്കുന്ന മെറ്റയുടെ നടപടിക്ക് പിന്നിൽ സർക്കാരാണെന്ന സംശയമാണ് സമൂഹത്തിന്. അതാണ് മാധ്യമങ്ങൾ ആവർത്തിച്ചു പറയുന്നത്. വിഴിഞ്ഞം പ്രസംഗത്തിലെ തള്ള് ഇന്നത്തെ മറ്റൊരു ഐറ്റമാണ്. ഇതിനെല്ലാം ഇടയ്ക്ക് ബോധ്യമായ ഒരു കാര്യമുണ്ട്. വെറും 3 മാസം കൊണ്ട് മുഖ്യമന്ത്രി VD സതീശൻ സംഘപരിവാറിന് പ്രിയങ്കരനായ മുഖ്യമന്ത്രിയായി മാറി എന്നത് പരസ്യമായ രഹസ്യമാണ്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPIM, റെജിൻ S ഉണ്ണിത്താൻ കോൺഗ്രസ്, രതീഷ് ചക്രപാണി രാഷ്ട്രീയ നിരീക്ഷകൻ. ആദ്യം കോൺഗ്രസ് പ്രതിനിധി രജിനിലേക്കാണ്. രജിൻ, ഈ MDMA കടത്ത് കേസിലെ പ്രതികളുമായിട്ടുള്ള പരിചയം, ഇതേക്കുറിച്ച് കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതല്ല മുഖ്യമന്ത്രി ഇന്നു പറഞ്ഞത്. അതിൽ ഒരു പൊരുത്തക്കേടുണ്ട്. പക്ഷേ എന്ത് ചോദിച്ചാലും നേരത്തെ പറഞ്ഞല്ലോ. പക്ഷേ നേരത്തെ പറഞ്ഞതല്ല ഇന്ന് പറയുന്നത്. ചോദ്യങ്ങൾ വരുമ്പോൾ അത് പ്രസംഗമായി അദ്ദേഹത്തിന് തോന്നുക, ചിരിച്ചു കാണിക്കുക. പക്ഷേ അതുകൊണ്ട് കാര്യമുണ്ടോ? ഈ പ്രതികളുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഇപ്പോഴും ദുരൂഹവും അവ്യക്തവുമായ പല ഘടകങ്ങളും നിൽക്കുകയാണ്. ഒത്തുപോകാത്ത വിശദീകരണങ്ങൾ, പരസ്പര വിരുദ്ധമായ വിശദീകരണങ്ങൾ. 2023 പരിചയമെന്ന് പറയുന്നു. 2021 മുതലുള്ള പരിചയത്തിൻ്റെ നിരവധി അനുഭവങ്ങൾ വന്നതുകൊണ്ടല്ലേ ഇന്ന് മുഖ്യമന്ത്രിക്ക് മാറ്റിപ്പറയേണ്ടി വന്നത്? നോക്കൂ ശരത്ത്, നിങ്ങൾ ഈ മൈക്രോസ്കോപ്പ് വെച്ച് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കണ്ടതിൻ്റെ പ്രശ്നമാണ്. ആ മൈക്രോസ്കോപ്പ് തെറ്റിപ്പോയി എന്നുള്ളതാണ് ഒന്നാമതായി പറയാനുള്ളത്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹം ആ പത്രസമ്മേളനം മുഴുവനായി കേട്ട ഒരാളാണ് ഞാൻ. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന നവകേരള സദസ്സിന് മുമ്പായി അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഫോട്ടോയുടെ കാര്യം ചോദിക്കുമ്പോഴാണ് അദ്ദേഹം പറയുന്നത്, പലപ്പോഴും പലരും എൻ്റെ കൂടെ ഇന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്, അതാണ് അത് മുമ്പുള്ള ഫോട്ടോ എന്ന് പറയുന്നത് ആ ഫോട്ടോയാണ്. അത് കഴിഞ്ഞുള്ള കാര്യങ്ങൾ അദ്ദേഹം അന്ന് പറഞ്ഞതിൽ തന്നെയാണ് അദ്ദേഹം ഉറച്ചു നിൽക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന ആളുമായി പരിചയമുണ്ട്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്, ഈ പറയുന്ന ആളുമായിട്ട് പരിചയമുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ്, ആ സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ നിങ്ങൾ കേട്ടത് ആ ഒരു പോർഷൻ മാത്രം എടുത്തു വെച്ച് അങ്ങനെ സംസാരിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. അത് അന്ന് ഞാനും പല ചർച്ചകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ആർക്ക് വേണമെങ്കിലും വന്ന് നിന്ന് ഫോട്ടോ എടുക്കാം. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഫോട്ടോ എടുക്കുന്ന പല പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ട് പലരും ഫോട്ടോ എടുക്കുന്നുണ്ട്. പലരും അതുമായി ബന്ധപ്പെട്ട് വരാറുണ്ട്, ഫോട്ടോ എടുക്കുക. ആരെയും തട്ടി മാറ്റുന്നില്ല, ആരുടെയും കൈ പിടിച്ച് മാറ്റുന്നില്ല, ആരുടെയും ഫോൺ തട്ടി എറിയുന്നില്ല, ഒന്നും ചെയ്യത്തില്ല. അതുമായി ബന്ധപ്പെട്ട് ഫോട്ടോ എടുക്കുന്നവരുണ്ട്. പിന്നീട് അദ്ദേഹം ഈ പറയുന്ന പ്രതികളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പരിചയമുണ്ടായിരുന്നു എന്ന് മീഡിയ കോൺഫറൻസിൽ വെച്ച് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇവരെ അറസ്റ്റ് ചെയ്തത് ആരാണ്? കേരള പോലീസിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള ഓപ്പറേഷൻ തുഫാൻ എന്ന് പറയുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലഹരി വേട്ടയുമായി ബന്ധപ്പെട്ട പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തത്. അവരെ ആരും രക്ഷിക്കാൻ നോക്കിയിട്ടില്ല. അവർ പ്രതികളായി നിൽക്കുകയാണ്, അവരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്, അവരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അവിടെ എങ്ങും വെള്ളം ചേർക്കുവാൻ ഈ സർക്കാരിന് താല്പര്യമില്ല. കാരണം നമ്മുടെ തലമുറയെ ബാധിക്കുന്ന വലിയ വിഷബുദ്ധുകൾ കഴിഞ്ഞ 9 വർഷക്കാലം അല്ലെ 10 വർഷക്കാലമായി കേരളത്തിലെ ജനങ്ങൾക്കിടയിലേക്ക് ഗുരുതരമായ ആക്ഷേപം വേറെ ഉണ്ട് കേട്ടോ. സീഷർ മഹസറിൽ അവിടെ സ്ഥലത്തുപോലും ഉണ്ടായിട്ടില്ലാത്ത ആളുകൾ, യൂത്ത് കോൺഗ്രസ് പശ്ചാത്തലമുള്ള ആളുകൾ സീഷർ മഹസർ സാക്ഷികളാകുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കോടതിയിൽ ചെല്ലുമ്പോൾ ഈ കേസ് അട്ടിമറിക്കാൻ കുറച്ചുകൂടി സൗകര്യമാകുന്നു. ഈ പ്രതികളെ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥനെ അടക്കം എന്തിന് സ്ഥലം മാറ്റി? ചോദ്യങ്ങൾ അങ്ങനെ നിരവധിയാണ്. അപ്പോൾ അതുകൊണ്ട് കേസ് അട്ടിമറിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ കൂടി ആളെ കൊണ്ടുവരേണ്ടി വരും. അവിശ്വസനീയമാണ് ആ വാദം. ഒരിക്കലുമില്ല ശരത്തെ. കാരണം ഇത് ഭരിക്കുന്നത് VD സതീശൻ്റെ ഗവൺമെൻറ്റാണ്, UDFൻ്റെ ഗവൺമെൻറ്റാണ്. അല്ലാതെ കായംകുളത്തുള്ളൊരു MLAയുടെ മകനെ മറ്റേ ഓമത്തണ്ടിൽ ഈ പറയുന്ന MDMA പിടിച്ച് വലിച്ചു കയറ്റിയപ്പോൾ കേസെടുക്കാതെ ആ പിടിച്ച ആളുകളോട് പകരം വീട്ടൽ നടപടിയെടുത്ത പിണറായി വിജയൻ്റെ പോലീസല്ല ഇന്ന് കേരളം ഭരിക്കുന്നത്. ഇന്ന് കേരളത്തിലെ പോലീസ് ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയുടെ പോലീസാണ്. ആ പോലീസാണ് ഇന്ന് കേരളം ഭരിച്ച് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന പ്രതികൾ അത് ഏത് അങ്ങനെയാണെങ്കിൽ ഈ പ്രതികളെ ഈ ഉന്നത രാഷ്ട്രീയ ബന്ധമുള്ള മുഖ്യമന്ത്രിയുടെ പരിചയക്കാരായിട്ടുള്ള മയക്കുമരുന്ന് കേസിലെ ഈ പ്രതികളെ പിടികൂടിയ ഉദ്യോഗസ്ഥനെ എന്തിനവിടെ നിന്ന് സ്ഥലം മാറ്റി?
സീഷർ മഹസറുമായി ബന്ധപ്പെട്ട് പോലീസ് നടപടികൾ സംശയിക്കുന്ന നിലയിൽ സാക്ഷികളെ എന്തിനു ഒപ്പിച്ചെടുത്തു? UDF ഭരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ അത് വിശ്വാസയോഗ്യമല്ല. അതിനെന്തു മറുപടി? അതുമായി അല്ല, അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതായത് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയിട്ടില്ല. നടപടിയുമായി ബന്ധപ്പെട്ടൊന്നും അവിടെ ഒരു ഉദ്യോഗസ്ഥനെയും സ്ഥലം മാറ്റിയിട്ടില്ല. അങ്ങനെ പ്രതികാര നടപടിയുമായി പ്രതികാരമാകട്ടെ അതോ സ്നേഹമാകട്ടെ അതല്ല വിഷയം. ഈ പ്രതികളെ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി ചോദ്യത്തിലുള്ളൂ. ഈ പ്രതികാരമല്ല, ശരി, സ്നേഹം കൊണ്ടായിരിക്കാം, ശരി, എന്തു ആവട്ടെ. ഈ പ്രതികളെ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയോ? ചോദ്യം അത്രേ ഉള്ളൂ. സ്നേഹം കൊണ്ടല്ലെന്നേ. ഇപ്പൊ ഈ പറയുന്ന പോലീസ് സംവിധാനത്തിൽ ഇപ്പോൾ നിലവിൽ അതൊക്കെ വിട്. ഈ പ്രതികളെ അറസ്റ്റ് ചെയ്ത ചോദ്യം അത്രേ ഉള്ളൂ. ചോദ്യം അത് മാത്രമേ ഉള്ളൂ. ഈ പ്രതികളെ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയോ ഇല്ലയോ? സ്ഥലം മാറ്റിയില്ല എന്ന് രജനി കേസില്ല. ഞാൻ അരുണിലേക്ക് വരുന്നു. അരുൺ, ഇവിടെ നിന്ന് മുഖ്യമന്ത്രി ഈ വിഷയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അരുൺകുമാർ, മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞത് കളവാണ് എന്നത് ഒന്നുകൂടി സ്ഥിരീകരിക്കുകയാണോ? അതായത് മുഖ്യമന്ത്രി പറയുന്നത് 2021 ആ ചിത്രം പുറത്തു വന്നതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഇവരെ അറിയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, അന്ന് അദ്ദേഹം പറഞ്ഞു എനിക്കിവരെ അറിയാം എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത്. സാധാരണ പറയുന്ന ഒരു തിരക്കിൽ വന്നെടുത്തു പോയ സെൽഫിയോ മറ്റോ ഒന്നുമല്ല എന്ന് അദ്ദേഹത്തിന് അന്ന് പറഞ്ഞിരുന്നുമില്ല. 2023 പശ്ചാത്തലമൊക്കെ പറഞ്ഞല്ലോ. പക്ഷേ ഇന്ന് അദ്ദേഹം ആ വാദമാണ് എടുത്തത്. പലപ്പോഴും പലരും വന്ന് ഫോട്ടോ എടുക്കും എന്ന് പറയുന്ന ആ ആർഗ്യുമെൻറ്റിൽ നിന്നുകൊണ്ടാണ് 2021 പുറത്തു വന്ന ചിത്രത്തെക്കുറിച്ച് വിശദീകരിക്കാൻ ശ്രമിച്ചത്. ഇങ്ങനെ അത് ഒരു തരത്തിൽ മാറ്റിപ്പറയലാണ്. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞതും നേരത്തെ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ വിശദീകരണവും വെച്ച് എന്താണ് അരുണിന് പറയാനുള്ളത്? ഇതിൽ അസ്വാഭാവികമായ പൊരുത്തക്കേടുകളുള്ള വിശദീകരണമാണോ മുഖ്യമന്ത്രിയുടേത്? ശരത്തെ, ഈ കേസ് ഇപ്പോൾ അടുത്ത കാലത്ത് കേരളത്തിൻ്റെ പോലീസ് പിടിച്ച കേസുകളിൽ വെച്ച്, പ്രത്യേകിച്ച് രാസലഹരി, MDMA, കഞ്ചാവ് അടക്കമുള്ള നിരോധിത ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടുള്ള കേസിലെ ഏറ്റവും വലിയൊരു കേസാണ്. കാരണം MDMAയുടെ 1 ഗ്രാമാണ് അതിൻ്റെ ഒരു മിനിമം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അതായത് സ്മോൾ ക്വാണ്ടിറ്റി. 1 ഗ്രാം മുതൽ 9 ഗ്രാം വരെ അത് ഇൻ്റർമീഡിയറ്റ് ക്വാണ്ടിറ്റിയാണ്. 10 ഗ്രാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയാണ്. നമുക്കറിയാലോ, 10 ഗ്രാം കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയാണ്. അതായത് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയുടെ 14 ഇരട്ടിയാണ് ഇതിൽ പ്രതികളിൽ നിന്ന് പിടിച്ചത്. മനസ്സിലാക്കുന്നതും പോലീസ് തന്നെ പറയുന്നത് ഏകദേശം 1/2 കിലോയോളം, അതായത് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയുടെ ഒരു 50 ഇരട്ടിയോളം MDMA ഇവർ 6 ജില്ലകളിലായിട്ട് വിതരണം ചെയ്തു. 5 ജില്ലകളിലും മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കൺവീനർ എന്നുള്ള പദവി ഉപയോഗിച്ചുകൊണ്ട് പോലീസിനെ ഫോട്ടോയും വീഡിയോ ഒക്കെ കാണിച്ച് മറ്റു പരിശോധനകൾ ഒഴിവാക്കി അവസാന ജില്ലയിൽ വെച്ച് പോലീസ് പിടിച്ചു. മറ്റു വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് പിടിച്ചു. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ആദ്യം പുറത്തു വന്ന വാർത്ത, ഒരു സംഭവം സീസ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഒരു കേസ് അറസ്റ്റ് രേഖപ്പെടുത്തി അതിൻ്റെ തൊണ്ടി മുതൽ ആയ MDMA സീസ് ചെയ്യുമ്പോൾ ആ സംഭവം കണ്ട പ്രദേശത്തുകാരായ സാക്ഷികളെയാണ് ഐ വിറ്റ്നസ് ആയിട്ട് രേഖപ്പെടുത്തുക. എന്നാൽ വളരെ ദൂരെയുള്ള കോൺഗ്രസ് ഓഫീസിൽ നിന്നും വിളിച്ചു വരുത്തിയ ആ പ്രദേശവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ ഈ കേസിലെ സാക്ഷികളാക്കി മാറ്റിയതുൾപ്പെടെ നിരവധി വാർത്തകൾ വന്നു. പിന്നീട് ഈ കേസ് പിടിച്ചതിന് ശേഷം ഓപ്പറേഷൻ തൂഫാൻ്റെ നോഡൽ ഓഫീസറെ മാറ്റി, ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ മാറ്റി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫോൺ പരിശോധന നടത്തരുത് എന്ന് പറഞ്ഞ് നിർദ്ദേശം വന്നു. ആ ഫോണിലുള്ള കോൾ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ട്രാൻസാക്ഷൻ, സാമ്പത്തിക ട്രാൻസാക്ഷൻ, ഇതിലേക്കുള്ള പണം മുടക്ക്, പ്രതികളിൽ ചിലരുടെ വിദേശയാത്ര, അതുപോലെ മറ്റ് രാജ്യങ്ങളിൽ നിന്നടക്കം രാസലഹരി ഇറക്കുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള മൊബൈലിലുള്ള വിവരങ്ങൾ, ഇവയെല്ലാം ഒന്നുകിൽ പരിശോധിക്കരുത്, അല്ലെങ്കിൽ അത് കോൺഫിഡൻഷ്യൽ ആക്കി വയ്ക്കണം, മറ്റു തരത്തിലുള്ള സാങ്കേതിക പരിശോധനയ്ക്ക് ഫോൺ അടക്കം കൊടുക്കരുത് എന്നുള്ള വാർത്തകളടക്കം പുറത്തു വന്നു. ഇപ്പോൾ നമുക്കറിയാം, മുഖ്യമന്ത്രിയോട് നിരവധി ചോദ്യങ്ങൾ വന്നു. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അത് നവകേരള മാർച്ചിൽ ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റു. ആ പരിക്കേറ്റ വിവരം കിട്ടിയപ്പോൾ ഞാൻ ഫോണിൽ വിളിച്ചു, അതിനുശേഷം അങ്ങോട്ട് വീട്ടിൽ പോയി, ഒരു തവണ ഇങ്ങോട്ട് വന്നു എന്ന രൂപത്തിൽ ഒഴുക്കൻ മട്ടിലുള്ള മറുപടിയാണ് പറഞ്ഞത്. നമുക്കറിയാം 2023 ഡിസംബർ മാസത്തിലാണ് ഇത്തരത്തിൽ നവകേരള മാർച്ച് 24 ആ ഒരു ഘട്ടത്തിൽ ഉള്ള ഫോട്ടോസ് അല്ലല്ലോ പുറത്തു വന്നത്. ഫോട്ടോ പുറത്തു വന്ന് 2021 മുതലല്ലേ. ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രതി തന്നെ പറഞ്ഞില്ലേ, കഴിഞ്ഞ 5 കൊല്ലം രാഷ്ട്രീയ നയങ്ങളിൽ കൃത്യമായ നിലപാടും വ്യക്തമായ വീക്ഷണവുമുള്ള കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ സോഷ്യൽ മീഡിയ ടീമിൽ കഴിഞ്ഞ 5 വർഷക്കാലം പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഏറെ അഭിമാനം. അതുപോലെ ഞങ്ങൾക്ക് ഒരുപാട് നേട്ടവും ഞങ്ങൾക്ക് കുറേ ഗുണവും ഉണ്ടായി എന്നാണ് അടുത്ത വാചകം പറയുന്നത്. എന്താണ് MDMA കേസിലെ പ്രതിക്ക് പ്രതിപക്ഷ നേതാവിൽ നിന്നും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയിൽ നിന്നും ഗുണം കിട്ടുന്നത് എങ്ങനെയാണ്?
ഞങ്ങൾക്ക് വലിയ പ്രയോജനം കിട്ടുന്നത് എങ്ങനെയാണ്? അതായത് ഞങ്ങളുടെ കച്ചവടത്തിന് പറ്റിയ അന്തരീക്ഷം കഴിഞ്ഞ 5 കൊല്ലം പ്രതിപക്ഷ നേതാവ് ഉണ്ടാക്കി തന്നു, 3 മാസമായിട്ട് മുഖ്യമന്ത്രി ഉണ്ടാക്കി തന്നു എന്നതല്ലേ അതിൻ്റെ കൃത്യമായിട്ടുള്ള അർത്ഥം വരുന്നത്? അപ്പോൾ ഇപ്പോൾ ഇന്ന് പറയുന്നു, പലരും ഫോട്ടോ എടുക്കും. എന്ത് ചെയ്യും മുഖ്യമന്ത്രി അന്നത് പറയാത്തത്? അന്ന് കൃത്യമായി പറഞ്ഞല്ലോ, നവകേരള മാർച്ചിൽ വെച്ച് ഗുരുതരമായി പരിക്കേറ്റു. അത് കള്ളം, അങ്ങനെ പരിക്കേറ്റിട്ടില്ല. സ്വയം ഒറ്റയ്ക്ക് നിന്ന് കരിങ്കൊടി ഉയർത്തി കാണിക്കുന്ന പടം, വീഡിയോ അദ്ദേഹം തന്നെയാണ് പോസ്റ്റ് ചെയ്തത്, പ്രതി തന്നെയാണ് പോസ്റ്റ് ചെയ്തത്. അതിനുശേഷം ഫോണിൽ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. അങ്ങനെയാണോ? വീട്ടിൽ ഉള്ളപ്പോൾ ധരിക്കുന്ന ഡ്രസ്സ്, ടീഷർട്ട് അടക്കമുള്ള ലുങ്കി മുണ്ട് ഉൾപ്പെടെ ഏറ്റവും സ്വകാര്യമായിട്ടുള്ള സമയത്ത് വരെ ഈ പ്രതിയുമായിട്ട് സമയം ചെലവഴിക്കുന്ന നിരവധി സാഹചര്യങ്ങൾ നമ്മൾ കണ്ടില്ലേ? കോഴിക്കോട് വച്ച് നടന്ന പല ചടങ്ങുകളിലും നമുക്കറിയാം, പെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നോമ്പ് തുറയിലടക്കം അവിടെ പ്രധാനപ്പെട്ട കസേരയിൽ ഇരുന്ന പരിപാടിയുടെ സംഘാടകനായിട്ട് മാറുന്നത് ഈ MDMA കേസിലെ പ്രതിയല്ലേ? ഓരോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും MA-ക്കാരുണ്ടാവും, MSc-ക്കാരുണ്ടാവും, MD-ക്കാരുണ്ടാവും, ഡോക്ടറേറ്റ് ഉള്ളവരുണ്ടാവും. ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ MDMA-ക്കാരാണ്. ഇത് രണ്ടും കൂടെ ചേർന്നയാളാണ്, MDMA-ക്കാരാണ്. വാർത്തകൾ പുറത്തു വരികയാണ്. അപ്പോൾ ഈ കാര്യത്തിൽ എത്ര നുണ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞാലും കഴിഞ്ഞ 5-6 വർഷമായിട്ട് ഈ കേസിലെ പ്രതികളുമായിട്ട് വലിയ ബന്ധമുണ്ടായിരുന്നു. നവമാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്ന ചുമതലയുണ്ടായിരുന്നു. മറ്റ് പല രംഗങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബന്ധത്തിൻ്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഈ അന്വേഷണം ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഗുരുതരമായിട്ടുള്ള ഭവിഷ്യത്ത് ഉണ്ടാകുമെന്ന് ബോധ്യപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമങ്ങൾ, കൈരളി ഉൾപ്പെടെ മറ്റു മാധ്യമങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ട വാർത്തകൾ വരെ മെറ്റയെ കൊണ്ട് ഡിലീറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പം മെറ്റയുടെ എക്സ്പ്ലനേഷനൊക്കെ വന്നു. ഇതിനിടയിൽ ചില ചാനലുകൾ നുണ പ്രചരിപ്പിക്കുകയാണ്. കാരണം സാങ്കേതിക പ്രശ്നമാണ്. ഒന്നുകിൽ കോടതി അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ശക്തമായിട്ടുള്ള നിർദ്ദേശമുണ്ടെങ്കിൽ മാത്രമേ മെറ്റ ഒരു ഇന്റർമീഡിയറി എന്ന രൂപത്തിലുള്ള വാർത്ത അവർ തന്നെ സംപ്രേഷണം ചെയ്തത് ഡിലീറ്റ് ചെയ്യുകയുള്ളൂ. അപ്പം അതിൻ്റെ വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ വലിയ ഗൂഢാലോചന ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നു, വലിയ ഇടപെടലുകൾ നടക്കുന്നു. സത്യം മറച്ചു വയ്ക്കാൻ, അതേപോലെ ഈ കേസിൻ്റെ ശരിയായ ഇൻവെസ്റ്റിഗേഷനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടക്കുന്നു. നാർക്കോട്ടിക് ബ്യൂറോയുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം ഇത്തരം ഗുരുതരമായിട്ടുള്ള കേസുകൾ കേന്ദ്ര അന്വേഷണ ഏജൻസി ഏറ്റെടുക്കേണ്ടതാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതികരണം ഒരിടത്തുനിന്നും വരുന്നത് നാം കാണുന്നില്ല. കാരണം കേന്ദ്രത്തിന് അരോചകമായിട്ടുള്ള ഒന്നും സംസ്ഥാനവും പറയില്ല, സംസ്ഥാനത്തിന് അരോചകമായിട്ടൊന്നും കേന്ദ്രവും പറയില്ല. അവരെല്ലാം ഒറ്റ ചങ്ങാതിമാരായിട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ ഈ കേസ് അട്ടിമറിക്കാനുള്ള വലിയ ഗൂഢാലോചന മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാനുള്ളത്. ഇവിടെ രജിൻ, ഇപ്പോൾ അരുൺ വിശദീകരിച്ചതുപോലെ എത്രയെത്ര കള്ളമാണ് ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വരുന്നത്? ഉദാഹരണത്തിന് ആ പ്രതികൾക്ക് ക്രൂരമായി, താങ്കളും കേട്ട് കാണും, തുടക്കത്തിൽ നമ്മൾ അദ്ദേഹം പറഞ്ഞു തന്നെ കൊടുത്തു, മുഖ്യമന്ത്രിയാണ് ആ പ്രതികൾക്ക് നവകേരള സദസ്സിൻ്റെ പ്രതിഷേധത്തിനിടയിൽ ക്രൂരമായി പരിക്കേറ്റു എന്ന് പറഞ്ഞത്. അത് തന്നെ കളവായിരുന്നു എന്ന സാഹചര്യം വരുന്നു. അന്ന് പുറത്തു വന്ന വിവരങ്ങളും ചിത്രങ്ങളും വെച്ചാണ് 2023 ആണ് കണ്ടത് എന്ന് സെറ്റ് ചെയ്യുന്നത്. പക്ഷേ അത് കഴിഞ്ഞുള്ള ചിത്രം വന്നപ്പോൾ അദ്ദേഹത്തിന് മാറ്റി പറയേണ്ടി വരുന്നു. ഇങ്ങനെ വാസ്തവവിരുദ്ധമായി സംസാരിക്കേണ്ട ആളാണോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ളതാണ് ഇതിലെ ഒന്നാമത്തെ പ്രശ്നം. 2, ഏതൊക്കെ തരത്തിലാണ് ഈ കേസ് അട്ടിമറിക്കുന്നത് എന്നതിൻ്റെ കൃത്യമായ ഉദാഹരണങ്ങൾ, പ്രശ്നങ്ങൾ അരുൺ ഇവിടെ അവതരിപ്പിച്ചു. അത് ചോദിക്കുമ്പോൾ UDF ആണ് ഭരിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാനെക്കുറിച്ച് ഒരു ഉപന്യാസം എഴുതിയതുകൊണ്ട് കാര്യമില്ല. കാരണം ഈ കേസിൽ സീഷർ മഹസറായി വന്നിട്ടുള്ള യൂത്ത് കോൺഗ്രസ്സുകാരാണ്, സ്ഥലത്തുപോലുമില്ലാത്ത ആളുകൾ, ദൃക്സാക്ഷികളല്ലാത്തവർ. അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനെ അവിടെ നിന്ന് മാറ്റി ഈ കേസിൽ ഈ പ്രതികളെ പിടിക്കപ്പെട്ടയാളെ, അതുപോലെ തന്നെ ഫോൺ രേഖകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും പുറത്തു പോകരുത് എന്ന നിലയിലുള്ള നിർദ്ദേശം വരുന്നു. മുഖ്യമന്ത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ദുരൂഹമായ, പൊരുത്തപ്പെടാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവർ വളരെ വലിയ ഒരു മയക്കുമരുന്ന് ശൃംഖലയാണ്. ഈ പണം, ഇതിനു മുമ്പ് ഇവർ നടത്തിയതിലൂടെ ആർജിച്ച പണം എവിടേക്കൊക്കെ അവർ വിനിയോഗിച്ചു? ഇതൊക്കെ ശരിയായ അന്വേഷണത്തിലൂടെ സമൂഹത്തോട് വിശദീകരിക്കേണ്ട കാര്യങ്ങളല്ലേ? ആ ഉത്തരം ബോധ്യപ്പെടണം. സമൂഹത്തിന് ബോധ്യപ്പെടുന്ന നിലയിലേക്കുള്ള ഉന്നതതല അന്വേഷണം എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ല? നോക്കൂ ശരത്ത്, ഞാൻ പറഞ്ഞില്ലേ, ഈ നടപടിയുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥനെ മാറ്റിയത് സ്വാഭാവിക നടപടിയാണ് എന്ന് ഞാൻ പറഞ്ഞതിൽ ഞാൻ വീണ്ടും അടിയുറച്ച് നിൽക്കുകയാണ്. കാരണം എന്താണ് അധ്യാപകരെ പിടിച്ചല്ലോ, ഈ പറയുന്ന CPM സംഘടനയുമായി ബന്ധപ്പെട്ട 2 അധ്യാപകരെ പിടിച്ചല്ലോ. ആ അധ്യാപകരെ അറസ്റ്റ് ചെയ്ത, MDMA-യുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത ആളുകളെയും ഈ പറയുന്ന രീതിയിലേക്ക് സ്ഥലം മാറ്റിയിട്ടുണ്ട്. സ്ഥലം മാറ്റുക എന്ന് പറയുന്നത് പോലീസുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന പ്രക്രിയ ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അതുമായി ബന്ധപ്പെട്ട ട്രാൻസ്ഫർ ഓർഡറുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സ്വാഭാവികപരമായിട്ടുള്ള നടപടി എന്നുള്ള രീതിയിലാണ് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ടിരിക്കുന്നത്. അല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട് MDMA കേസ് പിടിച്ചു എന്നുള്ള രീതിയിലേക്ക് അതിനെ വ്യാഖ്യാനിക്കുന്നിടത്താണ് രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു ദുഷ്ലാക്ക് വരുന്നത്. രാഷ്ട്രീയത്തിലെ ദുഷ്ലാക്ക്
എന്ന് പറയുന്ന സംഭവം വരുന്നത് എന്നുള്ളതാണ്. ഇതിനകത്ത് അസ്വാഭാവികമായി ഒന്നുമില്ല. കാരണം മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞതാണ് ശരി. അദ്ദേഹം ഒരിക്കലും അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ടില്ല. അദ്ദേഹം ഈ പറയുന്ന പ്രതികളെ അറിയാം എന്ന് ആദ്യത്തെ സ്റ്റാൻഡിൽ പറയുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ആ വിശദീകരണങ്ങളെല്ലാം ഉൾപ്പെടുമ്പോൾ തന്നെയാണ് ഈ പറയുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതും അവരുമായി ബന്ധപ്പെട്ട പോലീസ് നടപടികൾ കേരളത്തിൽ നടക്കുകയും ചെയ്യുന്നത്. എങ്ങും അങ്ങനെയുള്ളവരൊക്കെ വേണ്ടി സംരക്ഷിക്കുന്ന പാർട്ടി അല്ലെന്നേ കോൺഗ്രസ്, അങ്ങനെയുള്ളവർക്ക് വേണ്ടി നിലനിൽക്കുന്ന പാർട്ടി അല്ലെന്നേ കോൺഗ്രസ്. അത് ആരായാലും, അതിപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, യൂത്ത് കോൺഗ്രസ്സുകാരായാലോ KUCക്കാരായാലോ ഈ പറയുന്ന ഞങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പാർട്ടി പ്രവർത്തകരായിട്ട് നിൽക്കുന്ന ആളുകളായാലോ ഇങ്ങനെയുള്ള നടപടികളുമായി നിൽക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നവരെ തള്ളിപ്പറഞ്ഞ ചരിത്രം ഞങ്ങൾക്കുണ്ട്. അത് നാളെയും തള്ളിപ്പറയും. അവരെ സംരക്ഷിക്കുന്ന പാർട്ടി അല്ല ഇത്. അങ്ങനത്തെ പാർട്ടി അല്ലാത്തത് കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ മുന്നോട്ട് പോകും. പിന്നെ ഇപ്പോൾ അരുൺകുമാർ പല രീതിയിലും പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതിനകത്തൊക്കെ എവിടെയാണ് അതിനകത്തുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്? ഞാനൊന്ന് ചോദിക്കട്ടെ, അഖിൽ രാജ് DYFയുടെ മേഖലാ സെക്രട്ടറിയാണ്. MDMA കേസുമായി ബന്ധപ്പെട്ട് 46 ഗ്രാം MDMA പിടിച്ച ആളാണ്. മുസഫിൻ, അതുപോലെ തന്നെ വിഘ്നേഷ്, ഈ പറയുന്ന റഷീദ്, അത് പറയുന്ന ശ്രീജിത്ത്, അങ്ങനെയുള്ള ഒരു ഒട്ടനവധി ലിസ്റ്റുകളാണ് കഴിഞ്ഞ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട്. എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇവരെ തള്ളിപ്പറയുവാനോ ഇവരെ സംരക്ഷിക്കാതിരിക്കാനോ ഇവരെ പാർട്ടി നടപടിയെടുക്കുവാനോ ഒക്കെ നിങ്ങൾ എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ 2 ടീച്ചർമാരെ പിടിച്ചിരിക്കുകയാണ് ഈ പറയുന്ന CPMുമായി ബന്ധപ്പെട്ട്. അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് വെളിവെച്ച് കഴിഞ്ഞാൽ പഴയ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോകളാണ് പ്രചരിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ഇതുമായി ബന്ധിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ടോ? ഇത് നിങ്ങൾക്കിപ്പോൾ ഈ പറയുന്ന വാർത്തകൾ കിട്ടാതിരിക്കുന്നത് വാർത്താ ദാരിദ്ര്യം, അതായത് ഭരണപക്ഷത്തിനെതിരെ വലിയ സംഭാവനയാണ് വാർത്തകൾ സമ്മാനിക്കുന്ന കാര്യത്തിൽ. ഇതുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ എന്തായിരുന്നു? ഇന്ന് അരുൺ മറുപടി വേണം. അതായത് ഇവിടെ രജിൻ പറഞ്ഞത് എന്താണ്? ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഇത് സമീകരിക്കാനുള്ള ഒരു ശ്രമം, അതിന് മാത്രമാണ് അരുണിന്റെ മറുപടി വേണ്ടത്. വേറെ MDMA കേസും മറ്റതുമൊക്കെ പരാമർശിച്ചുകൊണ്ട് ഈ കേസിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഭാഗം വളരെ സ്പഷ്ടവും വളരെ പ്രശ്നകരവുമാണ്. പക്ഷേ അതിനെ സമീകരിച്ച് മറ്റൊരു തരത്തിലേക്ക് ചർച്ചയിൽ മറുപടി പറയാനുള്ള രജിൻ്റെ ശ്രമമുണ്ട്. താങ്കളുടെ മറുപടി അതിനെന്താണ്? ഏതായാലും റജിൻ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒരു ഇൻഫർമേഷൻ ടെക്നോളജി ഇന്റർമീഡിയറി ഗൈഡ് ലൈൻസ് ആൻഡ് ഡിജിറ്റൽ മീഡിയ എത്തിക്സ് കോഡ് എന്ന് പറയുന്ന ഒരു കോഡുണ്ട് 2021. അതുപോലെ തന്നെ IT ആക്ടിൻ്റെ സെക്ഷൻ 69A ഉണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ ഡിലീറ്റ് ചെയ്യിക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിന്, സംസ്ഥാന ഗവൺമെൻറ്റിന്, കോടതിക്ക് മാത്രമേ അധികാരമുള്ളൂ. ഇപ്പോൾ ഡൽഹിയിലെ സമരവും വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഒരുപാട് കണ്ടു. പല ലാത്തി ചാർജിൻ്റെയും ക്രൂരമായ മർദ്ദനത്തിൻ്റെയും എല്ലാം വീഡിയോയും ഫോട്ടോയും കൃത്യമായി മെറ്റയെ കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. അതുപോലെ മെറ്റയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യിച്ചത്. ഇപ്പോൾ കേരളത്തിലും ഇത്തരം ഇപ്പോൾ കൈരളി ചാനലിൻ്റെ, റിപ്പോർട്ടർ ചാനലിൻ്റെ, മലയാളം ന്യൂസിൻ്റെ ഒക്കെ എത്രയോ കാർഡുകളാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു നേതാക്കന്മാർ പ്രതികരിച്ചത് ഉൾപ്പെടെ ഡിലീറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? എൻ്റെ ഓഫീസിൽ നിന്നല്ല, നിങ്ങൾ നിയമ നടപടി സ്വീകരിക്കും, ഞാൻ കൂടെ നിൽക്കാം. അപ്പം ഇന്ന് മെറ്റയുടെ ക്ലാരിഫിക്കേഷൻ ഇന്നും ഇന്നലെയൊക്കെ പുറത്തു വന്നില്ലേ? കൃത്യമായി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം കിട്ടിയെന്ന് പറയുന്നു. ഇത്തരം വാർത്തകളോ ചില കാർഡുകളോ ഡിലീറ്റ് ചെയ്യപ്പെട്ടാൽ, ഒഴിവാക്കിയാൽ, അതുകൊണ്ട് പൊതുസമൂഹത്തിൽ നിന്ന് ഈ വാർത്ത പോകുമെന്ന് വിചാരിച്ചിട്ടാണോ? ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധിയോട് പറയാനുള്ളത്, ആരെങ്കിലും കേസിൽ എവിടെയെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാളും സംരക്ഷിക്കാൻ നിന്നിട്ടില്ല. ഇപ്പോൾ DYFIയോ യൂത്ത് കോൺഗ്രസോ യുവമോർച്ചയോ ആരായാലും രാസലഹരിയും ഇതുപോലെ നിരോധിക്കുന്ന കോൺട്രബാൻഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ ഒരാളും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങ് പറഞ്ഞല്ലോ, കുറേ പേരൊക്കെ പറഞ്ഞു. ഏത് പേര്, എവിടത്തെ ഏത് കേസ്, ഇന്ന കേസെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറയാം. ഏതെങ്കിലും സംഘടനയിൽ പണ്ട് പ്രവർത്തിച്ചവർ പിന്നീട് കേസിൽ പ്രതിയായി, ആ സംഘടന തള്ളിപ്പറഞ്ഞിട്ടുണ്ട്, പുറത്താക്കിയിട്ടുണ്ട്, നടപടി സ്വീകരിച്ചിട്ടുണ്ട്. നേരത്തെ പ്രവർത്തിച്ചവരാണെങ്കിൽ ഇപ്പോൾ അതുകൊണ്ട് നടപടി എടുക്കാൻ പറ്റില്ല, ഇപ്പം മെമ്പർഷിപ്പിലുള്ളവരാണെങ്കിൽ. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ എന്തിനാണ് നുണ പറയുന്നത്? ഇപ്പം മുഖ്യമന്ത്രിക്ക് പറയാലോ, 2021 മുതൽ എൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് ചിത്രങ്ങളുണ്ടല്ലോ, ഫോട്ടോ ഉണ്ടല്ലോ, വീഡിയോ ഉണ്ടല്ലോ. ഇതൊന്നും LDF പോസ്റ്റ് ചെയ്തതല്ല, CPM പോസ്റ്റ് ചെയ്തതല്ല. ഇതെല്ലാം ഈ കേസിലെ പ്രതികൾ തന്നെ പോസ്റ്റ് ചെയ്തതാണ്, വീഡിയോസ് അടക്കം. അദ്ദേഹം തന്നെ ഈ മയക്കുമരുന്നിനെതിരെ വലിയ ക്യാമ്പയിൻ നടത്തി വെങ്ങോല പട്ടണത്തിലൂടെ പ്രകടനം നയിച്ച് ഒരു ടീഷർട്ടൊക്കെ ഇട്ട് പോകുന്ന വീഡിയോ അദ്ദേഹം തന്നെയാണ് പോസ്റ്റ് ചെയ്തത്. ഈ വെങ്ങോല എന്ന് പറയുന്ന പ്രദേശം എൻ്റെ പഞ്ചായത്ത്, മഴുവന്നൂർ പഞ്ചായത്തുമായിട്ട് അതിർത്തി പങ്കിടുന്ന പഞ്ചായത്താണ്. കൃത്യമായിട്ട് ഞങ്ങൾക്ക് ഇതൊക്കെ വിവരങ്ങൾ ഉള്ളതാണ്. അതായത് വലിയ തരത്തിൽ സോഷ്യൽ മീഡിയയിലടക്കം ഈ മയക്കുമരുന്നിനെതിരായിട്ടുള്ള പ്രചാരകനായിട്ട് മാറുക, അന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ അടുത്ത ആളായിട്ട് മാറുക, VD സതീശൻ ആ വീട് സന്ദർശിക്കുക, തിരിച്ച് എല്ലാ ആഴ്ചയും ഇങ്ങോട്ട് സന്ദർശിക്കുക, കോഴിക്കോട് നടക്കുന്ന പരിപാടിയുടെ പോലും ഇഫ്താർ വിരുന്നിൻ്റെ പോലും സംഘാടകനായിട്ട് ഇയാൾ മാറുക, പ്രാദേശികമായിട്ട് കോൺഗ്രസ് നേതാക്കന്മാർ, ജില്ലാ കോൺഗ്രസ് നേതാക്കന്മാർക്ക് പോലും ഇല്ലാത്ത സ്വാധീനം പ്രതിപക്ഷ നേതാവിൽ ഇദ്ദേഹത്തിന് ഉണ്ടാകുക. എന്നിട്ട് ഇത്രയും ഗുരുതരമായിട്ടുള്ള കേസ് വന്നപ്പോൾ
പച്ചയായ നുണ വന്ന് ചാനലുകളിൽ പറയുക, പത്രസമ്മേളനത്തിൽ പറയുക. ഇന്ന് പറയുന്നു ദേ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു, പലരും ഫോട്ടോ എടുക്കും എന്ന രൂപത്തിൽ. ഇത് വസ്തുത കറക്റ്റാണ്. 5 കൊല്ലം സോഷ്യൽ മീഡിയ കൺവീനർ ആയിരുന്നു. ഇവർ തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഒറ്റ കാര്യമേ ഉള്ളൂ, ഇത് മയക്കുമരുന്നും MDMA-യും കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ഏതെല്ലാം രൂപത്തിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവിന്റെ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സഹായം തേടിയിട്ടുണ്ട്. ഇത് വിതരണം ചെയ്യാനും കേസുകളിൽ നിന്ന് ഒളിക്കാനും ഏതെല്ലാം തരത്തിൽ ഇത്തരം ഓഫീസുകളുടെ സഹായം തേടിയിട്ടുണ്ട്. അതുപോലെ മറ്റ് പ്രാദേശിക കോൺഗ്രസ് MLA MP-മാരുടെ മന്ത്രിമാരുടെ സഹായം തേടിയിട്ടുണ്ട്. ഇത് അന്വേഷണത്തിലൂടെ പുറത്തു വരൂ. ഇദ്ദേഹത്തിന്റെ ഫോൺ കോൾ ഡീറ്റെയിൽസും മെയിലും മറ്റെല്ലാം പരിശോധിച്ചാൽ കുറച്ചൊക്കെ തെളിവുകൾ അന്വേഷണ ഏജൻസിക്ക് കണ്ടെത്താൻ കഴിയും. കാരണം എല്ലാ ട്രാൻസാക്ഷനും ബാങ്ക് ട്രാൻസാക്ഷൻ, ലക്ഷങ്ങളുടെ ട്രാൻസാക്ഷൻ ഒക്കെ വന്നല്ലോ. അപ്പോൾ അതൊന്നും ചെയ്യരുത് എന്ന് അന്വേഷണ ഏജൻസി തന്നെ നിർദ്ദേശം കൊടുത്തതിന്റെ ഭാഗമായിട്ടായിരിക്കുമല്ലോ ഈ കേസിന്റെ അന്വേഷണം ഒരു സ്വിച്ച് ഇട്ടതുപോലെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇത് അറിയാൻ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എത്ര ന്യായീകരിച്ചാലും ഈ സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. ശരി, ഞാൻ ഇപ്പോൾ അരുൺ പറഞ്ഞപ്പോൾ മനസ്സിലേക്ക് വന്നൊരു ചിത്രം എന്താണെന്ന് വെച്ചാൽ, പകല് VD സതീശൻ്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുക, ഖദർ വിട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിട്ട് നിൽക്കുക, രാത്രി ഈ MDMA-യുമായി ജില്ലകൾ തോറും നടന്ന് കച്ചവടം നടത്തുക, ഈ പറഞ്ഞ പോലെ ക്ലയൻറ്റുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള തരത്തിലാണ് ഈ രണ്ട്. പറഞ്ഞു ഒറ്റ കാര്യം ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. അപ്പോൾ അദ്ദേഹം വളരെ ഘോരഘോരമായി പറയുന്നുണ്ട്, പ്രതിപക്ഷ നേതാവായിട്ടിരുന്നപ്പോഴൊക്കെ ഈ പറയുന്ന ആളുകൾ ഈ പറയുന്ന സഹായങ്ങൾ നേടിയിട്ടുണ്ട് എന്ന്. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരുന്നത് ഈ പറയുന്ന പിണറായി വിജയനായിരുന്നു, LDF ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് ആയിരുന്നു. ആ ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ ഒന്നും പിടിക്കുവാൻ താല്പര്യമില്ലായിരുന്നു. നിങ്ങളുടെ നിങ്ങളുടെ ആഭ്യന്തര വകുപ്പ് അല്ല, അങ്ങനെയാണെങ്കിൽ വളരെ 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 സജീവമായ ശക്തമായ ഒരു ഉന്നതതല അന്വേഷണം പ്രഖ്യാപിക്കുക. ഈ കൈരളി ഫ്ലോറിൽ പോലും വന്നിരുന്നിട്ട് അദ്ദേഹം സംസാരിക്കുന്നത് നിങ്ങളുടെ മേലുള്ള സംശയങ്ങൾ തീരും. മുഖ്യമന്ത്രിക്ക് കുറെ കൂടി സംശയരഹിതമായ ആളുകളുടെ മുമ്പിൽ നിൽക്കാം. ഒരു ഉന്നതതല അന്വേഷണം പ്രഖ്യാപിക്കൂ. മുഖ്യമന്ത്രിക്ക് നല്ലതാണ്. മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രി അങ്ങനെ സംശയത്തിന്റെ പുകമറയിൽ നിൽക്കേണ്ടയാളല്ല. ഏത് മുഖ്യമന്ത്രി തൂഫാനെ കൂട്ടുപിടിക്കാതെ ഇതിനെക്കുറിച്ച് മറുപടി പറയും. ആളുകളെ സംരക്ഷിക്കുവാൻ ഞങ്ങൾ യാതൊരു ബാധ്യസ്ഥരുമല്ല. നിങ്ങൾ ഇതിന് ഈ കേസിന്റെ സ്വഭാവം രതീഷ് ചക്രവാണിയിലേക്ക്. ഓക്കെ, ഇതിലെ പ്രശ്നം എന്താണ്? രജിൻ, അടുത്ത റൗണ്ട് താങ്കൾ പറയും. ഇതിലെ പ്രശ്നം എന്താണ്? ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമാണ് നിങ്ങൾ ഇയാളെ പിടിച്ചതെന്ന് വിശദീകരിച്ചോളൂ, തെറ്റൊന്നുമില്ല. പക്ഷേ അങ്ങനെ പിടിക്കപ്പെട്ട പ്രതികൾ ഇതുവരെ ഈ തൂഫാനിൽ ഇതുപോലൊരു കേസിലും പിടിക്കപ്പെട്ടിട്ടില്ല. ഇതിൽ മുഖ്യമന്ത്രി തന്നെയാണ് സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നത്. ഈ ബന്ധത്തിൻ്റെ പേരിൽ, ദുരൂഹമായ ചങ്ങാത്തത്തിൻ്റെ പേരിൽ അദ്ദേഹം ആ നിലയിൽ ഈ മയക്കുമരുന്ന് പ്രതികളുമായുള്ള ആഭ്യന്തര വകുപ്പിന് പരാജയമല്ല ചേർത്തേ. നിങ്ങളുടെ ഈ കാലത്ത് നിങ്ങൾ പിടിച്ച പ്രതി നിങ്ങളുടെ സർക്കാർ പിടിച്ച പ്രതി ആണെന്ന് അത് ഞാൻ പറഞ്ഞല്ലോ സർ. അതാണ് പറഞ്ഞത്, ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തന്നെ പിടിക്കപ്പെട്ടതാണ്. എങ്ങനെ നോ, അതിൽ തന്നെ ഒരു കാര്യമുണ്ട്. ഇവർ കടന്നുപോയ ജില്ലകളിൽ മയക്കുമരുന്ന് കച്ചവടം നടത്തി വഴിയിലെ പരിശോധനകളിൽ പോലീസിൻ്റെ അടുത്ത് മുഖ്യമന്ത്രിയുമായുള്ള ബന്ധം മലയാള മനോരമയിൽ അടക്കമെന്ന വാർത്തയാണ്. രാഷ്ട്രീയ ബന്ധം ചൂണ്ടിക്കാട്ടിയാണ് ഇവർ കടന്നുപോയത്. പക്ഷേ കാസർഗോഡ് എത്തിയപ്പോൾ എങ്ങനെ പിടിച്ചു? ആ വാർത്തയിൽ, മലയാള മനോരമയുടെ വാർത്തയിൽ തന്നെ പറയുന്നു, അവിടെ ജില്ലാ പോലീസ് സൂപ്രണ്ടിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡാൻസ് ആണ് അവരെ പിടിച്ചത്. ഇങ്ങനെ സംഭവിച്ചതാണ് സർ. അങ്ങനെ പിടിച്ചപ്പോഴാണ് ഇത് വെളിപ്പെട്ടത്. അതുകൊണ്ടാണ് ഉന്നതതല അന്വേഷണം ആവശ്യപ്പെടുന്നത്. അതിന് നേരെ മുഖം തിരിക്കുന്നത് എന്തിനാണ്? അപ്പോഴാണ് സംശയം ഉയരുന്നത് അവിടെയാണ്. ഞാൻ രതീഷ് ചക്രവാണിയിലേക്ക് വരാം. താങ്കളിലേക്ക് വരാം. അദ്ദേഹം പറയുന്നത് കൂടി കേട്ടിട്ട്. ഇവിടെ രജിനസ് ഉണ്ണിത്താനാണ് കോൺഗ്രസ് വക്താവായി രതീഷ് ചക്രവാണി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പുറത്ത് അരുൺകുമാറും ഉണ്ട്. അതായത് ഈ വിഷയത്തിൽ 2023 കണ്ടു പരിചയം എന്നൊക്കെ പ്രതി ഹുസൈനെക്കുറിച്ചും സലാമിനെക്കുറിച്ചും ഒക്കെ മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ ഇന്ന് വീണ്ടും ചോദിച്ചപ്പോൾ, അത് കഴിഞ്ഞ വാർത്താ സമ്മേളനം, ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചപ്പോൾ അതിനു മുൻപും കണ്ടിട്ടുണ്ട് എന്ന് സമ്മതിക്കേണ്ടി വന്നു. അതിനാധാരമായത് ആ 21 ചിത്രം പുറത്തു വന്നതുകൊണ്ടാണ്. പക്ഷേ അത് മാത്രമല്ല, ആ കാലയളവ് മുതൽ ഇങ്ങോട്ട് ഈ പ്രതികൾ എഴുതിയ പോസ്റ്റുണ്ട്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതേക്കുറിച്ചൊക്കെ ചോദിക്കാൻ തുടങ്ങിയാൽ അദ്ദേഹം ഇതൊക്കെ പ്രസംഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യത്തെ തടസ്സപ്പെടുത്തും. പിന്നീട് രണ്ടാമത്, ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാണ് എന്ന് രതീഷ് ചക്രവാണി ഇന്നും അദ്ദേഹം പറയുന്നത് കേട്ടു. നേരത്തെ പറഞ്ഞത് തന്നെയാണോ ഇന്നും പറഞ്ഞത്? നേരത്തെ പറഞ്ഞതിൽ എല്ലാം ഉണ്ടായിരുന്നോ? ഇന്നത്തെ വെർഷൻ, മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വെർഷൻ ഇതുമായി ബന്ധപ്പെട്ട് കേട്ടിട്ട് എന്താണ് തോന്നിയത് രതീഷ് ചക്രവാണിക്ക്?
ആദ്യത്തെ കാര്യം നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സതീശൻ അദ്ദേഹം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഈ ചോദ്യത്തിന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ള വെർബാറ്റം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്ന ഒരു ചോദ്യം, അതായത് കുറെ നേരമായല്ലോ പ്രസംഗിക്കുന്നത് എന്നാണ് ഏറ്റവും ആദ്യം തന്നെ ചോദിച്ചത്. അതായത് മുഹമ്മദ് ഹുസൈൻ എന്ന് പറയുന്ന പേര് കേട്ടപ്പോൾ തന്നെ അദ്ദേഹം വളരെ ക്ഷുഭിതനാവുകയും ഇത് കുറെ നേരമായല്ലോ പ്രസംഗിക്കുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. രണ്ടാമത്തത്, അതൊക്കെ നേരത്തെ വന്ന് കണ്ടിട്ടുണ്ടാവും, അദ്ദേഹം വന്ന് ഇങ്ങോട്ട് കണ്ടിട്ടുണ്ടാവും, പക്ഷെ എനിക്ക് പരിചയമുള്ളത് 2023 മുതലാണ് എന്നുള്ളതാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ കേസിന്റെ ഒരു ഗ്രാവിറ്റി ഒന്ന് നമ്മൾ പരിശോധിക്കണമല്ലോ. മുഖ്യമന്ത്രി ഇത്ര എളുപ്പത്തിൽ വളരെ തള്ളിക്കളയാവുന്ന ഒരു കേസാണ് ഇത് അല്ല. സൈനുൽ ആബിദ് എന്ന് പറയുന്ന വിദേശത്ത് ജോലി ഉണ്ടായിരുന്ന ഒരു മലയാളി അടക്കം 4ാമതായി ഈ കേസിൽ പിടിയിലാകുന്നു. ആ 4ാമതായി ശരിക്കും പറഞ്ഞാൽ 3 പേര് സ്പോട്ടിൽ വെച്ച് പിടിയിലാകുന്നു. 4ാമതായിട്ട് സൈനുൽ ആബിദ് കൂടി പിടിയിലാവുന്നു. ആ സൈനുൽ ആബിദ് പിടിയിലാവുമ്പോൾ അദ്ദേഹം ഏതാണ്ട് മുഖ്യമന്ത്രി സതീശനൊക്കെ തന്നെ UDF ഗവൺമെന്റ് അധികാരം ഏറ്റെടുക്കുമെന്ന് മനസ്സിലായതിനു ശേഷം മാത്രം യഥാർത്ഥത്തിൽ കേരളത്തിലേക്ക് വന്ന ഒരാളാണ്. ആ കേരളത്തിലേക്ക് വന്നാൽ പിടിയിലായതിനു ശേഷം നമുക്കറിയാം യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 7 ജില്ലകളുടെ വിതരണാവകാശം എടുത്തിരിക്കുന്നു എന്ന് മാത്രമല്ല, നൈജീരിയയിൽ, അതായത് ഒരു വിദേശത്തുള്ള ഈ പറയുന്ന ഇത് ഏതാണ്ട് ഓൾ ഇന്ത്യ ലെവലിൽ ഇന്റർനാഷണൽ ലെവലിൽ ഹോൾസെയിലായി നടത്തുന്ന ആളുകളുമായി നേരിട്ട് റിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുമായി ബന്ധം സ്ഥാപിച്ചുകൊണ്ട് അവരെ നേരിട്ട് കാണാൻ കെൽപ്പുള്ള ആളുകളാണെന്നാണ് യഥാർത്ഥത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അത്തരത്തിലുള്ള ഒരു കേസിനെയാണ് ഇദ്ദേഹം യഥാർത്ഥത്തിൽ വളരെ ട്രിവിയലൈസ് ചെയ്തിട്ട് അതൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണല്ലോ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ അരുൺകുമാറും അതുപോലെ തന്നെ ശരത്തും പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം പിന്നീട് എന്തായി? ഇവരെ വിളിച്ചിട്ടുള്ള കോൾ ഡീറ്റെയിൽസിന്റെ റെക്കോർഡ് എടുത്തിട്ടുണ്ടോ? പുറത്തേക്ക് വന്നിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള ഒരു വാർത്തകൾ യഥാർത്ഥത്തിൽ പിന്നീട് പുറത്തേക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന ഒരു ഭരണകൂടത്തെയാണ് നമ്മളിന്ന് കാണുന്നത്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത് വരുമ്പോൾ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞതല്ലേ എന്ന് ചോദിക്കുന്നത്. പിന്നെ ഇവിടെ ഏറ്റവും ആദ്യം തന്നെ റെജിന സുന്നിത്താൻ പറഞ്ഞു നമ്മുടെ DUFIക്കാരനെ പിടിച്ചു, ബാക്കിയുള്ള ആളുകളെ പിടിച്ചു. ഈ കേരളത്തിൽ ഇത്തരത്തിലുള്ള ആളെങ്കിലും പിടിച്ചാൽ അവർക്കൊക്കെ തന്നെ പല രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ആരെങ്കിലും ഒക്കെ ആയിട്ട് ബന്ധം ഉണ്ടാവും. പക്ഷെ ഇവിടുത്തെ ചോദ്യം റെജിന സുന്നിത്താനെ, അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടോ, അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും ബൂത്തിലെ പറഞ്ഞ പ്രവർത്തകരാണോ എന്നുള്ളതല്ല. യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായിട്ട് അവർക്ക് ബന്ധമുണ്ട് എന്നുള്ളതാണ്. ആ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ മാനേജറായി 5 കൊല്ലമായി ഞങ്ങൾ വർക്ക് ചെയ്തിരുന്നുവെന്നും യഥാർത്ഥത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട നേതാവ്, എന്റെ ആഗ്രഹങ്ങൾ നടത്തി തന്ന നേതാവ്, അത്തരത്തിലുള്ള ഒരു നേതാവിനെ ഈ പറഞ്ഞ ജയിക്കണം എന്ന് ആഗ്രഹിക്കുകയും 5 കൊല്ലമായി സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്യും ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നതാണ്. ഇനി അടുത്തൊരു കാര്യം, യഥാർത്ഥത്തിൽ ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകർ കേട്ടിട്ട് വിശ്വസിക്കോ? അതായത് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഒരു സോഷ്യൽ മീഡിയ ടീമില്ലായിരുന്നു അത്ര. എത്ര അത്ഭുതകരമായ കാര്യമാണ്, നിങ്ങളത് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നിർലജ്ജം അദ്ദേഹം യഥാർത്ഥത്തിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഈ പറയുന്ന പോലെ അസത്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ അസത്യം പറയുന്നത് യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ട് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ കഷ്ടപ്പാട് അവരുടെയൊക്കെ ഒരു അവസ്ഥ കൊണ്ടിട്ട് പാവം പിടിച്ച റെജിന സുന്നിത്താനൊക്കെ ഇവിടെ വന്ന് പറയേണ്ടി വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഏറ്റവും ഇനി ഒരു കാര്യം കൂടി, മെറ്റയെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ ഒരു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ നിലപാട് എന്താ? അദ്ദേഹം ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയതിനു ശേഷം ശരിക്കും പറഞ്ഞ ഒരൊറ്റ തവണ ഒഴിച്ച് ബാക്കി ഒരു തവണ പോലും രാഷ്ട്രീയമായിട്ടുള്ള നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല. ഇത് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ആളുകളൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടിലാണ്. അവരുടെ അടക്കം പോസ്റ്റുകളൊക്കെ തന്നെ റിമൂവ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യ മുഴുവൻ ഒരു വലിയ ഈ പറയുന്ന പോലെ ക്രൈ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഗ്രീവൻസ് ഉള്ള പാർട്ടീസ് എന്ത് ചെയ്യും, പരാതി കൊടുക്കൂ, സർക്കാർ പുറഞ്ഞു നിൽക്കാം. എവിടെ പുറഞ്ഞു നിൽക്കാം? യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ചീഫ് മിനിസ്റ്റർക്ക് ഒരു കത്തയച്ചൂടെ? ആ കത്തയച്ചിട്ട് കേന്ദ്ര ഗവൺമെന്റിനോട് ചോദിച്ചൂടെ, കേരളത്തിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇടപെടുന്നത്? ഇത് ആര് പറഞ്ഞിട്ടാണ്? കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിട്ടാണോ? ഇത്തരത്തിലൊരു ഈ പറയുന്ന പോലെ എന്താണ് ഒരു ലീഗൽ റിക്വയർമെന്റ്സ് ഇവിടെ നിന്ന് കൊടുത്തിട്ടാണോ? യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ എന്താണ് ചെയ്തേക്കുന്നത്? ഇന്ത്യയിലെ ഈ പറയുന്ന ഒരു സൈബർ സ്വാതന്ത്ര്യത്തെ തന്നെ കൂച്ചുവിലങ്ങിടാൻ വേണ്ടിയിട്ട്, അതായത് 3 മണിക്കൂറിനകം ഒരു പോസ്റ്റ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ നീക്കം ചെയ്തില്ലെങ്കിൽ നിങ്ങളെ കൂടി പ്രതിയാക്കിക്കൊണ്ട് കേസെടുക്കുമെന്ന് പറഞ്ഞ് മെറ്റയടക്കം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ഒരു വാക്ക് പോലും യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി സതീശൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. യെസ്, ഞാൻ രതീഷിലേക്ക് വരാം. രജിൻ, ഇതാണ് ഇതിലൊരു പ്രശ്നം. നേരത്തെ അരുണും സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയായ ശേഷം സമൂഹ മാധ്യമങ്ങളോട് അതിലൂടെ ഉയരുന്ന വിമർശനങ്ങളോടുള്ള മുഖ്യമന്ത്രിയുടെ അസഹിഷ്ണുത വ്യക്തവും പ്രകടവുമാണ്. അതുകൊണ്ടാണ് ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് ഈ സമൂഹ മാധ്യമങ്ങളെ നിയന്ത്രിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.
എന്നു പറയുന്ന നിലയുള്ള അതിൻ്റെ പ്രതിഫലനമാണ് കേരളത്തിലെ മാധ്യമങ്ങളുടെ സർക്കാർ വിമർശന വാർത്തകൾ മുക്കുന്ന നില വരുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ആ നിലയിലൊരു മാധ്യമ സ്വാതന്ത്ര്യ സംരക്ഷണത്തിനായി നിലപാട് സ്വീകരിക്കുന്നതിന് പകരം നിങ്ങൾ പോയി കേസ് കൊടു എന്നാ കേസ് കൊടു എന്നുള്ളൊരു ലൈൻ സ്വീകരിക്കുന്നത്, അപ്പോൾ പിന്നെ കൂടെ നിൽക്കാം എന്ന് പറയുന്നതാണ് ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ടത്. എന്നിട്ട് അതിന് വലിയ അവകാശവാദം അദ്ദേഹം സ്വയം ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ്. അതല്ല മുഖ്യമന്ത്രി ചെയ്യേണ്ടത്. അതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ഇക്കാര്യങ്ങളിലുള്ള താല്പര്യമില്ലായ്മ വ്യക്തമാണ്. നോക്കൂ ശരത്തെ, രതീഷ് ചക്രവാണി പറഞ്ഞു മറ്റേ ഡിവൈഎഫ്ഐക്കാരായാലും യൂത്ത് കോൺഗ്രസ്സുകാരായാലും ആരെ പിടിക്കണോ അവർ പിടിക്കട്ടെ, അത് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ ഇവിടെ അതിനു മുമ്പ് ഈ പറയുന്ന കായംകുളത്തെ MLA മകനെ പിടിച്ചപ്പോൾ അതിന് ന്യായീകരിച്ച മന്ത്രിമാരുണ്ട്. ഇവിടെ സിഗരറ്റ് വലിക്കാം അല്ലെങ്കിൽ വീടി വലിക്കാം എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച മന്ത്രിമാർ ഏത് ഭരണവുമായി ബന്ധപ്പെട്ടാണ്? അദ്ദേഹം ആ സമയത്തും അദ്ദേഹം ഈ രാഷ്ട്രീയ വിദ്യാർത്ഥിയായി തന്നെ തുടർന്നു വന്ന ആളാണെന്ന് എനിക്കറിയാം. പക്ഷെ അദ്ദേഹം അതൊന്നും കേൾക്കുന്നുമില്ല, കാണുന്നുമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഈ പാർട്ടിയെ സംബന്ധിച്ച്, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചും ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചും അങ്ങനെയുള്ള ആരെയും ഞങ്ങൾ സംരക്ഷിച്ചു പോകത്തില്ല. ഈ പറയുന്ന ആ പ്രതികളെ ഒന്നും ഈ പറയുന്ന തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ വേറെ ഒരു സ്റ്റേറ്റിലോ അല്ലല്ലോ പിടിച്ചത്, കേരള പോലീസാണല്ലോ പിടിച്ചത്, കേരളത്തിലെ പോലീസാണല്ലോ പിടിച്ചത്, അല്ലാതെ വേറെ പോലീസൊന്നും അല്ലല്ലോ പിടിച്ചത്. അപ്പോൾ ഈ പ്രതികളെ സംരക്ഷിക്കുന്ന ബാധ്യത ഞങ്ങളിലില്ല, ഞങ്ങൾ ഇവരെ സംരക്ഷിക്കത്തില്ല. ഇങ്ങനെയുള്ള ആരായാലും അവരെ സംരക്ഷിച്ച് മുന്നോട്ട് പോകത്തില്ല. അത് ഞങ്ങളുടെ പദ്ധതിയുമായി തന്നെ തുഫാനുമായി തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. നേരത്തെയും താങ്കളോട് അത് ഉന്നയിക്കാൻ ശ്രമിച്ചു, താങ്കൾ അത് കേട്ടില്ല, കേൾക്കാത്തതാകാം. ആ ഉപചോദ്യം കാരണം നിങ്ങളാണ് സമൂഹത്തോട് വിശദീകരിക്കേണ്ടത്. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് എങ്കിൽ സമൂഹത്തിന് ബോധ്യപ്പെടും വിധത്തിൽ മുഖ്യമന്ത്രിയെ പോലും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തി, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഒന്നൊരു സാഹചര്യമാണ്, എനിക്കതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ബോധ്യപ്പെടുന്നൊരു ശക്തമായ ഉന്നതതല അന്വേഷണം വരട്ടെ എന്ന് വരാത്തതും മുഖ്യമന്ത്രി താല്പര്യമെടുത്ത് പ്രഖ്യാപിക്കാത്തതും എന്താണ്? ശരത്തെ, ഇത് കേരള പോലീസുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് ഒരു വീഴ്ചയും ഇല്ലാതെ പിടിക്കുന്ന ആളുകളാണിത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട്. കേരള പോലീസുമായി ബന്ധപ്പെട്ട് ആ ആളുകൾ ജയിലിൽ കിടക്കുകയാണ്. അവരെ ആരും സംരക്ഷിക്കാൻ നോക്കിയിട്ടില്ല. അത് നിങ്ങളുടെ വ്യാഖ്യാനത്തിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടുമാണ്. പ്രതികൾ പിടിക്കപ്പെട്ടാൽ ജയിലിലടയ്ക്കാതെ വേറെ മാർഗമില്ല. പക്ഷെ അതുകൊണ്ട് കേസ് അന്വേഷണം സത്യസന്ധമാണെന്നൊന്നും ഒരിടത്തും അർത്ഥമില്ല. കേസ് കോടതിയിൽ ചെന്ന് ആ കേസ് ഡയറി പരിശോധിച്ച് സാക്ഷികളെയും തെളിവുകളെയും വിസ്തരിച്ച് പരിശോധിച്ച് വാദം പറഞ്ഞ് കോടതിക്ക് ശിക്ഷിക്കണമെങ്കിൽ ഈ അന്വേഷണ സംഘം ശരിയായി പ്രവർത്തിക്കണം, സത്യസന്ധമായി പ്രവർത്തിക്കണം. പക്ഷേ ഇപ്പോഴത്തെ പ്രവർത്തനം പ്രതികൾക്ക് വേണ്ടിയാണ്, അട്ടിമറിക്കുന്നതാണ്. ഒരു മുട്ടുസൂചി പോലും ഉള്ള രീതിയിൽ കുത്തുന്ന രീതിയിലുള്ള പിഴവുകൾ ഉണ്ടാവത്തില്ല. ഇങ്ങനെയുള്ള ചാനലിൽ വാദം പറഞ്ഞാൽ പോരാ. അതിനെ ആര് സംരക്ഷിക്കാൻ പോകുന്ന പാർട്ടി അല്ലെന്നേ കോൺഗ്രസ്. രജിൻ പറഞ്ഞപ്പോഴല്ലോ സർക്കാരിന്റെ പ്രതിനിധികളായിട്ടുള്ളവർ പറയണ്ടേ? മുഖ്യമന്ത്രി ചെയ്യുന്നില്ല, ആഭ്യന്തരമന്ത്രി ചെയ്യുന്നില്ല, പദ്ധതികളുമായി ബന്ധപ്പെട്ട പോലെയാണ് മുഖ്യമന്ത്രി എപ്പോഴും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പത്രസമ്മേളനം ആരംഭിക്കുമ്പോൾ തന്നെ ഞാൻ കേട്ടില്ല, പറയേണ്ടവര് നല്ല അന്വേഷണം, ശരിയായ അന്വേഷണം, ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന അന്വേഷണം പ്രഖ്യാപിച്ചിട്ടില്ലെന്നേ. ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്, നിങ്ങൾക്കാണ് ബോധ്യപ്പെടാത്തത്. നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല. അതിനകത്ത് ഇന്ന് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ പക്ഷേ എങ്ങനെയെങ്കിലും സർക്കാരിനെതിരെ എന്തെങ്കിലുമൊക്കെ പറയാൻ, ശരത്തിനെ ഞാൻ പറയുന്നില്ല, മാധ്യമപ്രവർത്തകർ എന്ന രീതിയിൽ അങ്ങേ വിമർശിക്കുന്നില്ല. പക്ഷേ അങ്ങനെ ഉള്ള ആളുകൾക്ക് മാത്രമാണ് ഈ പറയുന്ന പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സർക്കാരിനെതിരെ എന്തെങ്കിലുമൊക്കെ പറയണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലേ പ്രതിപക്ഷമാവുകയുള്ളൂ എന്നുള്ള രീതിയിലേക്കാണ് പറഞ്ഞത്. അതുതന്നെയല്ലേ ഇന്നത്തെ പത്രസമ്മേളനം കണ്ടു. ബന്ധപ്പെട്ട് ഈ നാട്ടിലെ പാവങ്ങളായ പെൻഷൻ നാളെ മുതൽ കൊടുത്തു തുടങ്ങിയാണ്. ഈ പറയുന്ന സബ്സിഡി സാധനങ്ങൾ എല്ലാ സപ്ലൈകോയിലും നിറഞ്ഞു നിൽക്കുകയാണ്. വിലക്കുറവിൽ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ചോദിക്കുന്നത് ഈ പറയുന്ന വിഷയത്തിൽ നിന്ന് വഴിതിരിയല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ രതീഷ് ചക്രവാണി പറഞ്ഞതുപോലെ പ്രസംഗം എന്നുള്ള പദം അദ്ദേഹം ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാ. ഞാൻ വാർത്താ സമ്മേളനം മുഴുവൻ കണ്ട ആളാണെന്നാണ് രജിൻ പറഞ്ഞത്. രജിൻ പറഞ്ഞ പോലെയല്ല,
രജിൻ പറഞ്ഞു ആ വാർത്താ സമ്മേളനം മുഴുവൻ കണ്ടു. എവിടെയാണ് പ്രസംഗം എന്ന് പറഞ്ഞത്? കാര്യങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിക്കുന്നതിന് ആരും തടസ്സം നിൽക്കുന്നില്ല, ചെയ്യേണ്ടതാണ്, കേൾക്കാനും എല്ലാവരും ഇരുന്നു. താങ്കൾ പറഞ്ഞൊക്കെ ഈ ക്ഷേമ പെൻഷനും കാര്യങ്ങളൊക്കെ എല്ലാവരും കേട്ടു. പക്ഷേ മാധ്യമ പ്രവർത്തകർ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് അസുഖകരമായ ചോദ്യം വന്നപ്പോൾ പ്രസംഗം എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നത് നല്ല പരിപാടിയല്ല. ഓണവുമായി ബന്ധപ്പെട്ട അദ്ദേഹം ഇത് പറഞ്ഞതിനൊന്നുമല്ല. MDMA കേസ് വന്നപ്പോഴാണ് മുഖ്യമന്ത്രിക്ക് ആ ചോദ്യം പ്രസംഗമായി തോന്നിയത്. അവിടെ ഒന്നും കാണാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇത് പറയുന്നത്. അല്ലെന്നേ അരുൺ, ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, MDMA കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹവുമായി ചോദ്യം ചോദിച്ചതാണ്. അരുൺ ഒരു കാര്യം, പറഞ്ഞു. ഒരൊറ്റ കാര്യം. ഇവിടെ ഒരു നിമിഷം അരുൺ, ഒരു നിമിഷം പ്ലീസ്. അരുൺ ഒരു നിമിഷം എന്തോന്ന് കൂട്ടിച്ചേർത്ത്. പത്രസമ്മേളനത്തില് ഈ പറയുന്ന MDMA-യുമായി ഈ പത്രസമ്മേളനത്തിൽ MDMA-യുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നപ്പോഴാണ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ പ്രസംഗിക്കരുത് എന്ന് പറയുന്ന പരിഹസിക്കുന്ന മറുപടി മുഖ്യമന്ത്രി നടത്തിയത്. മുഖ്യമന്ത്രിയുടെ പതിവ് ശീലമാണിത്. ഇതിനു മുമ്പ് ഇതേപോലെ തന്നെ ഒരു മാധ്യമ പ്രവർത്തകൻ മുമ്പത്തെ വാർത്താ സമ്മേളനത്തിലിരുന്ന് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ബൈമിയ കോഫിയുടെയൊക്കെ ഷോപ്പ് മറ്റേ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോൾ അവിടെ നിന്ന് 35 മിനിറ്റ് ഒന്ന് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ 5 മരണങ്ങൾ നടന്ന സ്ഥലത്തെത്തുമായിരുന്നു, ആ മരണ വീട്ടിലൊന്ന് പോകാമായിരുന്നില്ല എന്ന് ചോദിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ വന്ന് നിന്ന് പ്രസംഗിക്കുമെന്നാണ്. ഇതേ വാചകമാണ് പറഞ്ഞത്. യെസ്, അരുൺകുമാർ. ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞു ഒരു തരത്തിലും ഈ കേസിലെ പ്രതികളെ സംരക്ഷിച്ചില്ല എന്ന്. ഈ OJ ജിനീഷ് ഇപ്പോഴും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് തന്നെയല്ലേ ബഹുമാനപ്പെട്ട മന്ത്രി? അദ്ദേഹം ആദ്യം പറഞ്ഞത് ഇത്തരത്തിലൊരു പ്രതി യൂത്ത് കോൺഗ്രസുമായിട്ട് ഒരു ബന്ധമില്ല, അദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസ് മെമ്പർഷിപ്പ് ഇല്ലെന്ന്. ആ സമയത്താണ് DCC യൂത്ത് കോൺഗ്രസിന്റെ എറണാകുളത്തെ കമ്മിറ്റി ഇദ്ദേഹത്തെ പുറത്താക്കിക്കൊണ്ടുള്ള പത്രവാർത്തകൾ കൊടുത്തത്. അപ്പോൾ മെമ്പർഷിപ്പ് ഇല്ലാത്ത ആളെ പുറത്താക്കില്ലല്ലോ. അപ്പോൾ എല്ലാ ഘട്ടത്തിലും കോൺഗ്രസ് അതിനെ കൃത്യമായിട്ട് സംരക്ഷിക്കുകയാണ് ചെയ്തത്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ മാറ്റിയതും ഇൻവെസ്റ്റിഗേഷൻ്റെ ഇപ്പോഴത്തെ ഘട്ടത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച നടത്തി. എന്തുകൊണ്ടാണ് ഇത്ര ഗുരുതരമായ, അതായത് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയുടെ 14 ഇരട്ടി MDMA ഒരാളിൽ നിന്ന് പിടിച്ച് 50 ഇരട്ടി MDMA 5-6 ജില്ലകളിൽ വിതരണം ചെയ്തു എന്ന് പോലീസ് തന്നെ സമ്മതിക്കുന്ന ആളെ പോലീസ് കസ്റ്റഡിയിൽ മേടിക്കാത്തത്? ഇദ്ദേഹം എവിടേക്കാണ് ഇത് കൊടുത്തത്? ആരൊക്കെയാണ് വിതരണം ചെയ്തത്? കാരണം ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് കൊണ്ടുവരുന്നതും കുറ്റം, കൈവശം വയ്ക്കുന്നതും കുറ്റം, വിതരണം ചെയ്യുന്നതും കുറ്റം. ഇപ്പം 3 പ്രതികളോ 4 പ്രതികളോ അല്ലല്ലോ ഈ കേസിലുള്ളത്. 3-4 ജില്ലകളിൽ ഇത് വിതരണം ചെയ്തുവെങ്കിൽ ആ ജില്ലകളിൽ ആർക്കാണ് കൊടുത്തത്, എപ്പോഴാണ് കൊടുത്തത്, എന്നാണ് കൊടുത്തത്, എത്ര നാളായി കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ച് അന്വേഷണം നടത്തണ്ടേ? അപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങണ്ടേ? ദിവസങ്ങൾ ചോദ്യം ചെയ്ത് പോലീസ് കസ്റ്റഡിയിൽ ഇത്തരത്തിലുള്ള തൊണ്ടി മുതലുകൾ കണ്ടെത്തണ്ടേ? കൊടുത്ത ആളുകളെ കണക്ട് ചെയ്ത് അവരിൽ നിന്ന് ഈ തൊണ്ടി മുതൽ തിരിച്ചെടുക്കണ്ടേ? അതായത് ഒരു ക്രിമിനൽ കേസിന്റെ ബേസിക് ആയി ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ചെയ്യുന്നില്ല. പിടിച്ച ഉദ്യോഗസ്ഥൻ ശക്തമായ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തെ സ്ഥലം മാറ്റുന്നു. ഇപ്പം ഏതായാലും ആ ചുമതലയിലേക്ക് വരുന്ന ആളുകൾ ഇവിടുത്തെ ഭരണ നേതൃത്വവും ആഭ്യന്തര വകുപ്പും മുൻകൂട്ടി തീരുമാനിക്കുന്ന ആളുകൾ തന്നെയാണല്ലോ. അപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുക്കാൻ പോലും, ഫോൺ കോൾ ഡീറ്റെയിൽസ് നോക്കാൻ പോലും, ആ അക്കൗണ്ട് ഡീറ്റെയിൽസ് നോക്കാൻ പോലും, അധികവും ഗൂഗിൾ പേയും സംവിധാനവുമായിരിക്കും. ആ ഫോൺ തന്നെ വിശദമായിട്ടുള്ള ഒരു ഫോറൻസിക് പരിശോധനയ്ക്ക് കൊടുത്താൽ വിവരങ്ങളൊക്കെ പുറത്തു വരും. എത്ര തവണ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു, ആരെയൊക്കെ വിളിച്ചു, മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരെ വിളിച്ചു, ഇതെല്ലാം കണക്റ്റഡ് ആണ്. കാരണം കഴിഞ്ഞ 3-4 കൊല്ലമായിട്ട് ഇത്തരം ട്രാൻസ്ഫർ നടക്കുകയല്ലേ. അപ്പോൾ ഇദ്ദേഹത്തെ പിടിക്കുമ്പോഴാണ് ഇത്തരം ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. പിന്നെ കഴിഞ്ഞ LDFന്റെ കാലത്ത് എത്ര പിടിച്ചു? ഇപ്പോൾ ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി ആ കണക്കുകളൊക്കെ എടുത്ത് പരിശോധിക്കുക. ഒരു വർഷം 25,000-ഉം 30,000-ഉം എല്ലാം ഇത്തരത്തിൽ മയക്കുമരുന്ന് കേസുകൾ പിടിച്ച വർഷമാണ് 2024-25 ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ തുടങ്ങിയത് ഇപ്പോഴാണ്. അതൊരു ക്യാമ്പയിൻ്റെ പേരാണ്. അപ്പം അതുകൊണ്ട് ഈ കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്നത് ഭരണ നേതൃത്വമാണ്. കാരണം കൂടുതൽ ആളുകളുടെ പേരും സാമ്പത്തിക ഇടപാടും മറ്റു ഫോൺ ഡീറ്റെയിൽസും എല്ലാം പുറത്തു വരും. അത് കോൺഗ്രസിന് കൂടുതൽ ഡാമേജ് വരും എന്നതുകൊണ്ട് തന്നെ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കാൻ പോലും ഇത്ര ഗുരുതരമായിട്ടുള്ള കേസിൽ തയ്യാറായിട്ടില്ല. അതേപോലെ ഇത്രയും വലിയ അളവ് പിടിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസിയാണ് ഇതിൻ്റെ നാർക്കോട്ടിക് ബ്യൂറോ ഒക്കെ. കാരണം വിദേശത്തു നിന്നാണ് വന്നിരിക്കുന്നത്. വിദേശത്ത് ഇന്ന രാജ്യങ്ങൾ സന്ദർശിച്ചു എന്നുള്ളത് പാസ്പോർട്ടിൽ നിന്ന് വ്യക്തമാണ്. അത് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വെളിപ്പാക്കപ്പെട്ടിട്ടുണ്ട്. MDMA ഏതായാലും കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ലല്ലോ, ഇത് പുറത്തുനിന്ന് വരണം. അപ്പോൾ ഏതായാലും ഇത് അന്വേഷണം നടത്താൻ പറ്റിയ കോമ്പിറ്റന്റ് ഏജൻസിയെ തന്നെ ഏൽപ്പിക്കണം. പെൺകുട്ടികൾ ട്രാൻസ്ഫർ, പണം ട്രാൻസ്ഫർ, റിയയുടെ പേരൊക്കെ ഇവിടെ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് അന്വേഷണത്തെ തകർക്കാനുള്ള നീക്കത്തെ ഗൗരവത്തോടെ ഈ ജനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു ഘട്ടം
എത്തിച്ചേർന്നിരിക്കുകയാണ്. ഓക്കെ, ഒരുപക്ഷെ ഞാൻ ഒരു ഉപചോദ്യമാണ്, ഇതുമായി നല്ല നിയമപരമായ ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഇതിനകത്ത് ഇന്ന് തന്നെ കേരള ഹൈക്കോടതി ആഭ്യന്തര വകുപ്പിനെ ശക്തമായി വിമർശിച്ചിട്ടുണ്ട്. പക്ഷപാതപരമായിട്ടാണ് പല കാര്യങ്ങളും പോകുന്നത്. ഓപ്പറേഷൻ തൂഫാനിലെ ചില നടപടികൾ ഒഴിച്ചാൽ അതിൽ തന്നെയുമാണ് ഇപ്പോൾ ഈ വളരെ പ്രധാനപ്പെട്ട പക്ഷപാതിത്വം വരുന്നത്, കേസ് അട്ടിമറിക്കുന്നു എന്ന ആക്ഷേപം വരുന്നത്. അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ നീതിന്യായ സംവിധാനത്തിൽ വിശ്വാസമുള്ള ആളുകൾക്ക് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നിയമപരമായി നീങ്ങുന്നതിനോ കോടതിയെ ഈ വിഷയത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിനോ പ്രശ്നം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെയാണ് ഒരു ഭാഗത്ത് ഈ പ്രതികളുമായിട്ടുള്ള അടുത്ത ബന്ധമുള്ളയാളായി നിൽക്കുന്നത്. അതിൽ തന്നെ അദ്ദേഹം പറയുന്നത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും. അപ്പോൾ ഹൈക്കോടതിയിലേക്കടക്കം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്തിക്കുന്നതിനും കോടതിയുടെ പരിശോധനയിലേക്കും നിരീക്ഷണത്തിലേക്കും കൊണ്ടുവരുന്നതിനുള്ള നിയമപരമായ സാധ്യതയുണ്ടോ? എല്ലാ തരത്തിലുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ 90 ദിവസമായല്ലോ ഈ ഗവൺമെൻറ് വന്നിട്ട് 3 മാസം തികഞ്ഞു എന്ന്. ആ 3 മാസത്തിനിടയിൽ എത്രയോ ആരോപണങ്ങൾ, ഇപ്പോൾ ഹൈക്കോടതി തന്നെയാണ് പറഞ്ഞത്, ഒരു DYSP റാങ്കിലുള്ളയാൾ ഒരു പ്രധാനപ്പെട്ട ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യാൻ കാരണമായ, ശരിക്കും പറഞ്ഞ ഒരു സ്റ്റേറ്റ് സ്പോൺസേഡ് മർഡർ എന്ന രൂപത്തിൽ തന്നെയാണ്. അപ്പോൾ ആ ഒരു മാനേജ്മെൻറ്റ് സ്പോൺസേഡ് മർഡർ എന്ന രൂപത്തിൽ തന്നെയാണ്. അപ്പോൾ ആ മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ, അദ്ദേഹത്തെ രക്ഷിക്കാൻ DYSP ഒരു അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ മറന്നുപോകുന്നു. എന്തിനാണ് അറസ്റ്റ്? ആ ബന്ധപ്പെട്ട ബന്ധുക്കളെ അറിയിക്കണം. അത്തരം കാര്യങ്ങൾ വരെ മറന്നുപോകുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ്. ഇപ്പോൾ TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടില്ലേ, 7 വർഷം വരെയുള്ള തടവ് കിട്ടുന്ന കേസിൽ മുൻകൂർ നോട്ടീസ് കൊടുക്കണം, BNS പ്രകാരവും പഴയ CRPS പ്രകാരവും. അപ്പോൾ ആ നോട്ടീസ് കൊടുക്കാൻ മറന്നുപോകുന്നു. അങ്ങനെ മറന്നുപോകുന്ന സാഹചര്യം ഇപ്പോൾ ഹൈക്കോടതി കൃത്യമായിട്ട് ഓർമ്മിപ്പിച്ചു. ആകെ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി VD സതീശനെതിരെ നടന്ന അന്വേഷണം, അത് വിജിലൻസ് തന്നെ അത് ഒരു ഘട്ടത്തിൽ കഴമ്പുണ്ട്, ഞങ്ങൾക്ക് ഇത്രയും അന്വേഷിക്കാൻ പറ്റൂ, വിദേശത്ത് നടന്ന ട്രാൻസാക്ഷനാണ്, അതുകൊണ്ട് FCRA നിയമപ്രകാരം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞു. ഭരണം മാറിയപ്പോൾ അതേ വിജിലൻസ് തന്നെ അതേ അന്വേഷണത്തിൽ തന്നെ പറയുന്നു ഇതിൽ ഇനി ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു. അത് വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുകയല്ല, ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി തന്നെ പത്രസമ്മേളനം നടത്തി മുഖ്യമന്ത്രിക്ക് വൈറ്റ് വാഷ് അടിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം കണ്ടു എന്നല്ലാതെ ഈ 90 ദിവസത്തിനുള്ളിൽ എത്രയോ വിമർശനങ്ങളും യൂട്ടേണുകളുമാണ് ആഭ്യന്തര വകുപ്പിന് ഉൾപ്പെടെ വന്നത്. ഇപ്പം ഞാൻ മറ്റൊരു ചാനലിൽ നിന്നാണ് വരുന്നത്. ആ ചാനലിൽ ചർച്ചയുടെ ഭാഗമായി ഒരു സുഹൃത്ത് പറയാണ്, ഈ 13 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇന്ന് മുത്തശ്ശനെ കൊലപ്പെടുത്തി. ആ കുട്ടിക്ക് 3 വയസ്സേ ആയുള്ളൂ LDF ഗവൺമെൻറ് വരുമ്പോൾ. 10 കൊല്ലം വളർന്നത് LDFിൻ്റെ കാലത്തല്ലേ എന്നതാണ് ഒരു ഡിഫൻസ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. അത്തരത്തിലൊക്കെ വിചിത്രമായിട്ടുള്ള ന്യായം LDF സർക്കാരിൻ്റെ ഭരണകാലത്തുമായിട്ട് താരതമ്യപ്പെടുത്താൻ ഒരു അസാമാന്യമായിട്ടുള്ള തൊലിക്കെട്ടിയോടെ ചില രംഗത്ത് വരുന്നൊരു കാര്യം കാണുകയാണ്. ഏതായാലും എല്ലാ നിയമപരമായിട്ട് കോടതിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവന്നാൽ കോടതി ഇടപെടും. വളരെ ഗൗരവമായിട്ടുള്ള കേസാണ്. ഒരു കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ ഒരു അന്വേഷണ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നത് ഉൾപ്പെടെ കോടതിക്ക് ഉചിതമായിട്ടുള്ള തീരുമാനം ഇതിൻ്റെ പുറത്തെടുക്കാവുന്നതാണ്. ശരി, നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട നിരവധി സാഹചര്യങ്ങൾ വിശദമായി തന്നെ പരിശോധിച്ച് മുന്നോട്ട് വന്നു. ഇതേ ദിവസം തന്നെ വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് കാപ്പ കേസിൽ പ്രതിയാക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന BJP കൗൺസിലർ തിരുവനന്തപുരത്തെ സുഗതൻ്റെ ജാമ്യവുമായി ബന്ധപ്പെട്ട രേഖകൾ വിവരാവകാശ പ്രകാരം ചോദിച്ചപ്പോൾ അത് അതീവ രഹസ്യമാണ്, ആ രേഖകൾ തരാൻ കഴിയില്ല എന്നാണ് ഇതേ സർക്കാർ, UDF സർക്കാർ, VD സതീശൻ സർക്കാർ വിവരാവകാശ പ്രവർത്തകരെ അറിയിച്ചത് എന്നതുകൂടി ഇവിടെ പറയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലോക് ഭവൻ അല്ലെങ്കിൽ ഗവർണർ കേരള ഭരണത്തിൽ നിരന്തരം കയറി ഇടപെടുന്നു എന്നത് പുതിയ ആക്ഷേപമല്ല. ഈ 3 മാസത്തിനിടയിൽ എത്രയോ അനുഭവങ്ങൾ വന്നു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ടാണ് DGPയെ ലോക് ഭവനിലേക്ക് വിളിച്ചു വരുത്തിയത്. അതിൽ എതിർപ്പുണ്ടെങ്കിലും അതൊക്കെ ഒരു സ്വാഭാവിക നടപടി പോലെ ഉൾക്കൊള്ളുന്ന, ഏറ്റെടുക്കുന്ന ഒരു സർക്കാരായി കേരളത്തിലെ സർക്കാർ മാറിക്കഴിഞ്ഞോ? ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയും കോൺഗ്രസ് ഭരിക്കുന്ന UDF മാറിക്കഴിഞ്ഞോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം അവിടെയുണ്ട്. വളരെ ലാഘവത്തോടെയാണ് ആഭ്യന്തരമന്ത്രി അതേക്കുറിച്ച് മറുപടി പറഞ്ഞത്. ഒപ്പം ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെ ഒരു അനുഭവത്തെക്കുറിച്ച് കഴിഞ്ഞൊരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഒരു ഭാഗം കൂടി നമുക്കൊന്ന് കാണാം. അങ്ങനെയൊന്നുമില്ല. പോലീസ് പ്രവർത്തിക്കുന്ന കേരളത്തിലുള്ള നിയമങ്ങൾ, ഇന്ത്യയിലുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. പിന്നെ ആരെങ്കിലും വിളിച്ചാൽ കാണാൻ പോകുന്നതിലൊന്നും തെറ്റില്ല. പക്ഷേ പോലീസ് പ്രവർത്തിക്കുന്നത് സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമാണ്, അല്ലാണ്ട് ഗവർണറുടെ നിർദ്ദേശപ്രകാരമല്ല. അപ്പം പോലീസ് പ്രവർത്തിക്കുന്നത് നമ്മുടെ പണ്ട് IPC CRPC ആയിരുന്നെങ്കിൽ ഇപ്പം BNSും BNSS പ്രകാരമാണ്. ഗവൺമെന്റിനനുസരിച്ചാണ് പോലീസ് പ്രവർത്തിക്കുന്നത്. 2024 മുൻ ഗവർണർ ചീഫ് സെക്രട്ടറിയെയും പോലീസ് മേധാവിയെയും വിളിച്ചു വരുത്താൻ നിർദ്ദേശിച്ചിരുന്നു. ആ ഘട്ടത്തിൽ അതിനെതിരായി അന്നത്തെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാട്
നിങ്ങളുടെ എല്ലാം ഓർമ്മയിലുണ്ടാകുമല്ലോ. അന്ന് എഴുതിയ കത്തിൻ്റെ പകർപ്പും ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടാവും. ആവശ്യമെങ്കിൽ അതും ലഭ്യമാവുകയും ചെയ്യും. രജനി, ഇതാണ് വ്യത്യാസം. ചീഫ് സെക്രട്ടറിയും DGPയും പോയില്ല, പകരം കത്തയച്ചു അങ്ങോട്ട്. എന്താണ് ഭരണക്രമം, ഭരണഘടന എന്താണ് പറയുന്നത് എന്ന് ആ സർക്കാർ അറിയിച്ചു. ഇന്ന് മുഖ്യമന്ത്രി വളരെ ബുദ്ധിപരമായ കൗശലത്തോടെയാണ് മറുപടി പറഞ്ഞത്. മുൻപ് ഇതുപോലെ വിളിപ്പിച്ചിരുന്നു, പക്ഷേ പോയോ എന്നുള്ളതാണ് പ്രശ്നം. അത് മുഖ്യമന്ത്രി വളരെ ബുദ്ധിപരമായി മാറ്റിവെച്ചു. അതുമായി ബന്ധപ്പെട്ട്, വിളിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് വാർത്തകളുണ്ടല്ലോ. അപ്പോൾ കേൾക്കുന്നവർ തോന്നുന്നതാണ് ഇവരെല്ലാം ആ കാലത്ത്, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പോയി എന്നാണ്. വിളിപ്പിച്ചു എന്നുള്ളത് വസ്തുതയാണ്, വാർത്തയാണ്. പക്ഷേ പോയോ എന്നുള്ളതാണ് പ്രധാനം, പോയില്ല എന്നുള്ളതാണ് വസ്തുത. ആ അനുഭവമാണ് മുൻ മുഖ്യമന്ത്രി പറഞ്ഞത്. നോക്കൂ, ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി ആര് വിളിച്ചോട്ടെ, എങ്ങോട്ടും വിളിച്ചോട്ടെ, പോലീസ് പൊക്കോട്ടെ, എന്തൊരു അവസ്ഥയാണ്. ഇങ്ങനെയാണോ ഈ കാര്യങ്ങളെ കാണേണ്ടത്? ശരത്ത്, നോക്കൂ ശരത്ത്, ഇതാണ് ഈ പറയുന്ന കള്ളം പറയുക എന്ന് പറയുന്നത്. ലോക്നാഥ് ബെഹ്റയെ ഗവർണർ വിളിച്ചു വരുത്തി വിശദീകരണം ചോദിച്ചു, അദ്ദേഹം വിശദീകരണം കൊടുത്തു ഇല്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? ലോക്നാഥ് ബെഹ്റയെ ഗവർണർ വിളിച്ചു വരുത്തിയില്ല എന്നാണോ പറയുന്നത്? പബ്ലിക് ഡൊമൈനിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. പബ്ലിക് ഡൊമൈൻ, വേറെ ഒന്നും നോക്കണ്ട, ജസ്റ്റ് പബ്ലിക്, ജെമിനിയിലല്ല, പബ്ലിക് ഡൊമൈനിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ തന്നെ അറിയാൻ പറ്റും. കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് ഇതുപോലെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് ശരത്തെ. നിങ്ങൾ എത്ര മറച്ചു വെച്ചാലും ഈ പറയുന്ന വിവര സാങ്കേതിക വിദ്യ അത്രത്തോളം വളർന്നിരിക്കുകയാണ്. DGPയുമായി ബന്ധപ്പെട്ട് 2024 സാഹചര്യത്തെക്കുറിച്ച് അന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞു, നമ്മൾ കണ്ടു. ആഭ്യന്തരമന്ത്രി ഇപ്പോൾ പറയുന്ന നിസ്സഹായതയും നമ്മൾ കണ്ടു. ഇത്രേ ഞാൻ പറഞ്ഞുള്ളൂ. 2024 സാഹചര്യവും ഈ ലോക്നാഥ് ബെഹ്റയെ പിണറായി വിജയൻ ഗവൺമെൻറ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ലോക്നാഥ് ബെഹ്റയെ ഗവർണർ വിളിച്ചു വരുത്തുകയും വിശദീകരണം ചോദിക്കുകയും വിശദീകരണം കൊടുക്കുകയും ചെയ്തു. അത് പക്ഷേ ശരിയല്ല എന്നാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. കാരണം വിളിച്ചു വരുത്തുക എന്നുള്ളത് സർക്കാർ അറിയാതെ ആരെയും വിളിച്ചു വരുത്തുവാൻ ഗവർണർക്ക് പറ്റില്ല. അതുമായി ബന്ധപ്പെട്ട അസംതൃപ്തി അറിയിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മളുടെ സ്റ്റേറ്റിൻ്റെ കാര്യങ്ങൾ അവിടെ അവതരിപ്പിച്ചിട്ടുമുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും. ആരുടെയും മുന്നിൽ അതുമായി ബന്ധപ്പെട്ട് കീഴടങ്ങുവാൻ ഈ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ പേരിൽ ഞങ്ങളെ വിളിച്ചു വരുത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്, തെറ്റാണ്. നമ്മൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വളരെ സുപ്രധാനമായ ഒരു ഘട്ടത്തിൽ ആരിഫ് മുഹമ്മദ് ഖാനും അതുപോലെ തന്നെ രാജേന്ദ്ര ആർലേക്കറുമാണ് ഏറ്റവും അധികം ഗവർണർ എന്ന നിലയിൽ കേന്ദ്ര സർക്കാരിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് BJP ഇതര സർക്കാരുകൾക്കെതിരെ എങ്ങനെയാണോ ഗവർണർമാർ നീങ്ങുന്നത് ആ നിലയിൽ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുമുമ്പ് ജസ്റ്റിസ് സദാശിവമായിരുന്നു. വളരെ ഏറെ ആദരണീയനായ നിലയിൽ ഏതെങ്കിലും തരത്തിൽ സംസ്ഥാനവുമായി ഒരു മത്സരത്തിനോ ഒരു രാഷ്ട്രീയ വൈര്യം മുൻനിർത്തിയൊന്നും പ്രവർത്തിക്കാത്ത ബഹുമാന്യനായ ഒരു ഗവർണർ എന്ന അനുഭവമാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ മുമ്പിലുള്ളത്. ഇവിടെ DGP ലോക് ഭവനിലേക്ക് പോയി. മുൻപ് വിവിധ വകുപ്പ് മേധാവികൾ ഗവർണറെ കാണാൻ ഈ 3 മാസത്തിനിടയിൽ ഇതൊരു നിരന്തര പ്രക്രിയയായി മാറിയോ? ആ നിസ്സഹായതയും ഇനിയും ഇത് ആവർത്തിക്കുമെന്നതിൻ്റെ സൂചനയാണോ ആഭ്യന്തരമന്ത്രിയിൽ കണ്ടത് അരുൺകുമാർ? അതിൻ്റെ എതിർപ്പുണ്ട്, പക്ഷേ എതിർക്കാനില്ല എന്നുള്ളതാണോ മുഖ്യമന്ത്രി VD സതീശൻ്റെ ശൈലി? ഇവിടെ കേരളത്തിൻ്റെ ഗവർണർ യോഗാ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരെയും അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും എല്ലാം ലോക് ഭവനിൽ വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒരു തരത്തിലും ഗവർണർക്ക് അത്തരത്തിലുള്ള ഒരു അധികാരമോ പദവിയോ ഇല്ല. ഏതെങ്കിലും തരത്തിൽ കുറി ചോദിക്കാം, കത്തയക്കാം എന്നൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ വിളിച്ചു വരുത്തുക, കൃത്യമായിട്ട് നിർദ്ദേശം കൊടുക്കുക. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സംസ്കൃത സർവകലാശാലയിൽ നടന്ന ഒരു സംഭവം, അവിടെ ഒരു തരത്തിലും സിസാ തോമസിനെ ആക്രമിക്കുകയോ മറ്റൊരു സംഭവം ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, അന്ന് തന്നെ സിസാ തോമസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് 30 ദിവസത്തിനിടയിൽ ഞാൻ ഒരു തവണയെങ്കിലും ഈ ക്യാമ്പസിൽ വരണമെന്നാണ് കുട്ടികളുടെ ആവശ്യം എന്നതാണ്. ഒരു VC ഒരു മാസത്തിനുള്ളിൽ ഒരു തവണയെങ്കിലും വരണമെന്ന് പറയുന്നത് ന്യായമാണ് എന്നെല്ലാവർക്കും അറിയാം. അത്തരത്തിലൊരു ആക്രമണത്തെക്കുറിച്ച് അവർ പറഞ്ഞില്ല. അപ്പോൾ 3 ദിവസം കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ചാൻസലർ DGPയെ വിളിച്ചു വരുത്തി കേസെടുക്കണം. അപ്പോൾ തന്നെ അങ്ങ് ഇരിക്കാൻ പറയുമ്പോഴേക്കും കുനിയുന്ന പോലീസുകാർ ഇവിടെ കള്ളക്കേസ് 2 രജിസ്റ്റർ ചെയ്ത് കുട്ടികളെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഇപ്പോൾ ഓരോ തരത്തിലും ഭരണത്തിൽ ഗവർണർ നേരിട്ട് ഇടപെടുമ്പോൾ ഇതെല്ലാം ശരി. ഒരു ജനാധിപത്യ രാജ്യത്ത് ഗവർണറുടെ ചുമതല ആർട്ടിക്കിൾ 143 മുതൽ 167 വരെ മാത്രമേ ഉള്ളൂ, ഇന്ത്യൻ ഭരണഘടന പ്രകാരമാണ് എന്ന് ചങ്കുറ്റത്തോടെ പറഞ്ഞ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിരുന്നു.
ഇത്രയേ ഉള്ളൂ, അത് ഗവൺമെന്റിന്റെ പ്ലഷർ, മന്ത്രിസഭയുടെ പ്ലഷർ അനുസരിച്ച് ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചാൽ മതി എന്ന്. പണ്ട് നമ്മൾ അറിയില്ലേ, മന്ത്രിമാരെ തിരിച്ചു വിളിക്കും എന്നൊക്കെ കേരളത്തിന്റെ ഗവർണർ പറഞ്ഞപ്പോൾ അങ്ങ് പോയി പണി നോക്കാൻ ശങ്കുറ്റത്തോടെ പറഞ്ഞ ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട വി.ഡി. സതീശൻ ഒരു തരത്തിലും നിയമപരമായി ചെയ്യേണ്ട ബാധ്യത പോലും ചെയ്യുന്നില്ല. ഇപ്പം MG യൂണിവേഴ്സിറ്റിയുടെ VC നിയമിച്ചു, കാർഷിക സർവകലാശാലയുടെ VC നിയമിച്ചു, MG യൂണിവേഴ്സിറ്റിയിലേക്ക് 19 സെനറ്റ് മെമ്പർമാരെ നിശ്ചയിച്ചു. അതേപോലെ തന്നെ മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ, ആ BJPയുടെ സീല് വെച്ച് കത്തയച്ച ആ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാക്കി മാറ്റി. ഇപ്പൊ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ RSS നേതാവിനെ തിരികെ കയറ്റിയപ്പോൾ KPCCയുടെ ജനറൽ സെക്രട്ടറി PM നിയാസ് ആണ് പറഞ്ഞത് RSSന്റെ ഇംഗിതം നടപ്പാക്കുന്ന മന്ത്രിസഭയാണ് കേരളത്തിലുള്ളത്. അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. സംഘപരിവാർ രാഷ്ട്രീയം 3 MLA-മാരെ വെച്ചുകൊണ്ട് കേരളത്തിന്റെ ഭരണത്തിൽ ഡയറക്റ്റായിട്ട് ഇടപെടുന്ന സാഹചര്യം വരുമ്പോൾ ലോക്ഭവനും ഗവർണറുമെല്ലാം കളിക്കുന്ന പച്ചയായ രാഷ്ട്രീയത്തിന് എതിരെ ജനാധിപത്യപരമായി പ്രതികരിക്കേണ്ട ഒരു മുഖ്യമന്ത്രിയെയും ഗവൺമെന്റിനെയുമാണ് ഈ നാടിന് ആവശ്യം. ഇത് തന്നെയാണ് നമ്മൾ മുമ്പ് കണ്ടത്. എത്ര തവണ നിയമ പോരാട്ടം നടത്തി, സുപ്രീം കോടതിയിൽ പോയി നിയമ പോരാട്ടം നടത്തി, ഡൽഹിയിൽ പോയി സമരം നടത്തുന്ന സാഹചര്യം. അതേപോലെ തന്നെ ഇവിടെ അനാവശ്യമായിട്ട് ഗവർണറുടെ ഓഫീസ്, ചാൻസലറുടെ ഓഫീസ്, സർവകലാശാലകളെ തകർക്കാൻ നടത്തിയ ഇടപെടലിനെതിരെ എത്ര ചങ്കുറ്റത്തോടെയാണ് ജനങ്ങളെ അണിനിരത്തി ഇവിടെ ചെറുത്തുനിൽപ്പ് സംഘടിപ്പിച്ചത്. കൃത്യമായി എത്രയോ പ്രസ്താവനകൾ തെറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല, ഒരു മതനിരപേക്ഷ ഫെഡറലിസ്റ്റ് രാജ്യത്തിന് ഭൂഷണമല്ലെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ എത്രയോ ഉദാഹരണങ്ങൾ പിണറായി പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ട്. ആ സാഹചര്യത്തിൽ പൂർണ്ണമായി നമിക്കുന്ന, നിലത്ത് കിടന്ന് ഇഴയുന്ന തരത്തിലേക്ക് ഗവൺമെന്റ് മാറുന്നു. ഇത് ജനം കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയുന്നുണ്ട്. ഇങ്ങനെ പോയാൽ എപ്പോഴാണ് ഗവർണറുടെ ഓഫീസ് ലോക്ഭവൻ സെക്രട്ടേറിയറ്റിനെയും മന്ത്രിസഭയെയും വിഴുങ്ങുന്നത് എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. അത് അതിവിദൂരത്തല്ല. രതീഷ്, ഈ കോണ്ടെക്സ്റ്റിൽ കൂടി താങ്കളുടെ കൂടി അഭിപ്രായം ഇക്കാര്യത്തിൽ എന്താണ്? അതായത് യോഗാ ദിനവുമായി ബന്ധപ്പെട്ട്, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, അന്ന് വലിയ വിവാദം വന്നു. പ്രതിപക്ഷ നേതാവ് ശക്തമായി ഇക്കാര്യങ്ങൾ വിമർശിച്ചു. ഇത് ശരിയായ രീതിയല്ല, സംസ്ഥാന ഭരണത്തിൽ ഗവർണർ ഇങ്ങനെ നേരിട്ട് ഇടപെടുന്ന രീതി ഭരണഘടനാപരമല്ല എന്ന ഒരു നിലപാട്. അതിനുശേഷമാണ് ഒരു വാർത്താക്കുറിപ്പ് പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഉണ്ടായത്. പിന്നീട് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചീഫ് സെക്രട്ടറിയെ കൊണ്ടാണ് ഗവർണർക്ക് കത്തയച്ചത്. മുഖ്യമന്ത്രി നേരിട്ട് ഇക്കാര്യത്തിലുള്ളൊരു ഡിസ്പ്ലഷർ അറിയിച്ചുകൊണ്ടൊരു കത്ത് പോലും കൊടുക്കാൻ തയ്യാറായില്ല. പ്രതിപക്ഷ നേതാവ് അതിനെയും ചോദ്യം ചെയ്തു. അതാണ് പറഞ്ഞത്, 2024 സമാനമായൊരു സാഹചര്യം ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രി നേരിട്ടാണ് ഗവർണർക്ക് കത്തയച്ചിട്ട് ഇത് ഭരണഘടനാപരമല്ല, ഈ രീതി ഇങ്ങനെ വിളിപ്പിക്കുന്നത്, ഉദ്യോഗസ്ഥരെ വിളിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിലപാട് സ്വീകരിക്കുകയും അവർ ആ നിലയിൽ ലോക്ഭവനിലേക്ക്, അന്നത്തെ രാജ്ഭവനിലേക്ക് പോകാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന മാറ്റം, ഈ ഷിഫ്റ്റ്, അതൊരു യു ടേൺ അല്ല, അത് വളരെ കാതലായ 3 മാസം കൊണ്ട് സംഘപരിവാറിന് ഏറെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയാണ് താനെന്ന് അദ്ദേഹം സ്വയം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലുമൊക്കെ അദ്ദേഹം ഒരു വിയോജിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായി നീങ്ങാൻ ഒന്നും അദ്ദേഹം തയ്യാറല്ല. ശരത്ത്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം തീർച്ചയായിട്ടും ഇതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഞങ്ങൾ ഗവർണറുമായി ഒരു ഏറ്റുമുട്ടലില്ല എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഗവർണറുമായി ഒരു ഏറ്റുമുട്ടലില്ല എന്നുള്ളത് റോജി എം ജോൺ അടക്കം അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരടക്കം പല തവണ വ്യക്തമാക്കുകയും യഥാർത്ഥത്തിൽ ഇപ്പോൾ SFI നടത്തിക്കൊണ്ടിരിക്കുന്ന പല സമരങ്ങൾക്കുമെതിരെ അത് അപരിഷ്കൃതമാണ് എന്ന് പറയുന്ന ഡയലോഗുകൾ ഇതേ മന്ത്രിമാർ പറയുകയും പോലീസ് കേസെടുക്കുകയും ചെയ്യാണ്. എന്ന് പറഞ്ഞാൽ ഭരണപരമായി യാതൊരുവിധ പ്രതിരോധവും ഈ പറയുന്ന സംഘപരിവാറിനെതിരെയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിലപാടുകൾക്കെതിരെയോ അവർ ഉയർത്തുന്നില്ല. ഇനി ഇതവിടെ നിൽക്കട്ടെ, ഇപ്പോൾ മുഖ്യമന്ത്രി എന്നുള്ള നിലക്കുള്ള കാര്യവും അതുപോലെ തന്നെ ഒരു ചീഫ് എക്സിക്യൂട്ടീവ് എന്നുള്ള നിലക്കുള്ള കാര്യവും ഒക്കെ തന്നെ അരുൺകുമാർ ഇവിടെ പറഞ്ഞു. ഇതിൽ ഏറ്റവും കാതലായ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള പ്രസംഗമുണ്ട് ലോക്സഭയിൽ. ആ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി തന്നെ പറയുന്നത്, ഈ പറയുന്ന നേരത്തെ ഉണ്ടായിരുന്ന ധർമ്മേന്ദ്ര പ്രധാൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ പുതിയ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയിക്കോട്ടെ, ആരുമായിക്കോട്ടെ, പക്ഷേ സംഘപരിവാർ നമ്മുടെ സർവകലാശാലകളെ എങ്ങനെയാണ് കൈപ്പിടിയിലാക്കുന്നത്, അത് സർവകലാശാലകൾ അവരുടേതായിട്ടുള്ള വൈസ് ചാൻസലർമാരെ നിയമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. എന്ന് പറഞ്ഞാൽ, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പറയുന്നു എന്നല്ലാതെ മറ്റൊരു സംസ്ഥാനങ്ങളും അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഇത് പാലിക്കുമ്പോൾ കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, കേരളത്തിൽ സർവകലാശാലകളിൽ ഗവർണർക്ക് വൈസ് ചാൻസലർ എന്നുള്ള നിലക്ക് യഥേഷ്ടം എന്തും ചെയ്തോട്ടെ എന്ന് പറയുകയാണ്. അതേസമയം നമുക്കറിയാലോ, ഇവിടെ യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായി എത്ര വലിയ പ്രതിരോധമാണ് പിണറായി വിജയൻ സർക്കാർ ഭരിക്കുമ്പോണ്ടായിട്ടുള്ളത്. ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി, എത്ര തരത്തിലുള്ള വാഗ്വാദങ്ങളുണ്ടായി. അത് കഴിഞ്ഞിട്ട് രാജേന്ദ്ര അർലേക്കർ വരുമ്പോഴും നമുക്ക്
നമുക്കറിയാം ഈ പറയുന്ന പോലെ ഒരു യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിനകത്ത് കൊണ്ടുപോയിട്ട് ഭഗവത് ധ്വജമേന്തിയ ഭാരതാംബ വെക്കുമ്പോൾ കൃത്യമായിട്ടുള്ള പ്രതികരണങ്ങളുണ്ടായി. ഇതൊന്നും യഥാർത്ഥത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്ത്, അദ്ദേഹം മുഖ്യമന്ത്രി മാത്രമല്ല, ഒരു ഉദ്യോഗസ്ഥൻ മാത്രമല്ല, യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു രാഷ്ട്രീയ നിലപാടുള്ള കോൺഗ്രസിൻ്റെ ഒരു നേതാവ് കൂടിയാണ്. അത്തരത്തിൽ ഒരു കാര്യവും ഉണ്ടാകുന്നില്ല. ഇന്നിപ്പോൾ ഞാനൊരു വീഡിയോ കണ്ടിട്ട് യഥാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. നമ്മുടെ മോഹനൻ കുന്നുമ്മേൽ എന്ന് പറയുന്ന കേരളത്തിൻ്റെ യൂണിവേഴ്സിറ്റിയുടെ പറഞ്ഞ പോലെ VC, അദ്ദേഹം ഈ പറയുന്ന പോലെ ചില കുട്ടികളെ അഭിസംബോധന ചെയ്യാണ്. കുട്ടികളെ അഭിസംബോധന ചെയ്യുന്നത് നമ്മുടെ V മുരളീധരൻ, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച് കുട്ടികളെ അഭിനന്ദിക്കുന്ന പരിപാടിയാണ്. ആ പരിപാടിയിൽ അദ്ദേഹം കുട്ടികളോട് ചോദിക്കുന്നത് നിങ്ങൾ പാറ്റകളാണോ എന്നാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ പാറ്റകളല്ല, പകരം നിങ്ങൾ ദുർഗകളാണ്, സിംഹങ്ങളാണ്, നിങ്ങൾ ദുർഗാദേവികളാണെന്ന് പറഞ്ഞുകൊണ്ട് അവരോട് സംസാരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ വളരെയധികം, അതായത് നമ്മുടെ യൂണിവേഴ്സിറ്റികളിലേക്ക്, നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് അതിക്രമിച്ച് കയറുന്ന ഒരു സംഘപരിവാർ ഐഡിയോളജിയെ തടഞ്ഞു നിർത്താൻ മുഖ്യമന്ത്രി എന്താണ് ചെയ്യുന്നത്? രാഷ്ട്രീയമായ ഒരു പ്രതിരോധം. ഒരു കാര്യം കൂടി, KPCC എന്താണ് ചെയ്യുന്നത്? KPCCയുടെ നിലപാട് എന്താണ്? ഒരു നിലപാടും നമുക്കറിയില്ല. ഏതായാലും KPCC പ്രസിഡന്റ് വരട്ടെ. രജിനും കാത്തിരിക്കുന്നത് പുതിയ KPCC പ്രസിഡന്റിനെ കാത്തിരിക്കാൻ വേണ്ടിയാണ്. മുഖ്യമായും മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഉയർന്നു വന്ന പല വിഷയങ്ങളും ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കിയത്. ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുകൊണ്ടുകൂടി ന്യൂസ് ആൻഡ് വ്യൂസിൻ്റെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. 3 പേർക്കും വളരെയധികം നന്ദി. താങ്ക് യു. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു. ഒരു ഇടവേളയിലേക്ക് പോകുന്നു. അതിനുശേഷം ഉമയെത്തും 9 PM-മായി.